ഏറ്റവും കുറഞ്ഞ ദിവസം ഭരിച്ച മുഖ്യമന്ത്രി എന്ന ചീത്ത പേര് വി ഡി സതീശന് കേൾക്കേണ്ടി വരും. അദാനി ഗ്രൂപ്പിന് യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡുമായിട്ട് നല്ല ബന്ധമുണ്ട്. അത് പ്രധാനമായും റോബർട്ട് വധേരിയുമായിട്ടാണ്. അപ്പം അതുകൂടി വി ഡി സതീശൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാരോഹണത്തിന് കാരണമായ ഇപ്പോൾ മുഖ്യമന്ത്രിയായ ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ PMC നടപ്പാക്കില്ല. എന്തെങ്കിലും ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞ ഉളുപ്പുണ്ടെങ്കിൽ ആ മന്ത്രിസ്ഥാനത്ത് ഷാജി ഇരിക്കാൻ പാടുണ്ടോ? ഷാജി രാജിവെക്കണ്ടേ? ഒരിക്കൽ നയപരമായി അവർക്ക് തെറ്റുപറ്റി, സംഘടനാപരമായി തെറ്റുപറ്റി എന്ന് കരുതി ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാരായ പഴയ ആളുകളെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റപ്പെടുത്തി മുന്നോട്ട് പോകുന്നവരല്ല. MV ഗോവിന്ദൻ്റെ ഏതെങ്കിലും സമ്മർദ്ദം ഉണ്ടായിരുന്നു? PK ശ്യാമളയെ തന്നെ മാറ്റാൻ പറ്റില്ല എന്നുള്ള ആ രീതിയിലുള്ള വാർത്തകളൊക്കെയാണ് പറയുന്നത്. പിണറായി വിജയൻ്റെ മകളായി പോയി എന്ന ഒറ്റ കാരണത്താലാണ് വീണ വേട്ടയാടപ്പെടുന്നത്. അത് ഒരു കേസിലാണ്. ജനങ്ങളിൽ ഒരു നല്ലൊരു ശതമാനം ഇപ്പോൾ പറയാൻ തുടങ്ങിയല്ലോ, പിണറായി വിജയനെ വിളിക്കൂ, കേരളത്തെ രക്ഷിക്കൂ എന്ന് പറയാൻ തുടങ്ങിയല്ലോ. അംഗബലത്തിൽ കുറവാണെങ്കിലും അതിശക്തമായ ഒരു പ്രതിപക്ഷം കേരളത്തിലുണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ ഒരു മാസക്കാലം. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയടക്കം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയായിരുന്ന ഒരു സർക്കാരിനെ പെട്ടെന്ന് പ്രതിരോധത്തിലാക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടികളെയൊക്കെ മറികടന്ന് ശക്തമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിവുള്ള ഒരു മുന്നണി തന്നെയാണ് LDF എന്ന് തെളിയിക്കാനും നേതൃത്വത്തിന് കഴിഞ്ഞു. വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ വരെ നിയമസഭയിലടക്കം കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് കഴിയുകയും ചെയ്തു. അക്ഷരാർത്ഥത്തിൽ ഒരു മാസമാകുമ്പോഴേക്കും ഒരു സർക്കാർ പ്രതിരോധത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിലായിരിക്കും എന്നതിൻ്റെ സൂചനകളും ഇതിനകം തന്നെ ലഭിച്ചു കഴിഞ്ഞു. യുവജന വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ അതിശക്തമായ പ്രക്ഷോഭത്തിലേക്കും കടന്നു. ഒരുപക്ഷെ ഒരു സർക്കാർ അധികാരത്തിൽ വന്ന് തുടക്കത്തിൽ തന്നെ ഇത്തരത്തിൽ അതിശക്തമായ ഒരു മുന്നേറ്റം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും നമ്മൾ കണ്ടിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയിൽ നിന്നും മെല്ലെ പ്രതിപക്ഷം LDF മോചിതരായി എന്ന് സാരം. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജനാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയെക്കുറിച്ചുള്ള കാരണങ്ങളൊക്കെ തന്നെ സംഘടനാ തലത്തിൽ ഒരു ഭാഗത്ത് CPMഉം LDFും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്, മറുഭാഗത്ത് സർക്കാരിനെതിരായ അതിശക്തമായ പോരാട്ടവും. ഈ കാര്യങ്ങളെ ഒക്കെ തന്നെ നമുക്ക് MV ജയരാജനോട് തന്നെ ചോദിക്കാം. എല്ലാ പ്രേക്ഷകർക്കും ക്വസ്റ്റ്യൻ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം MV ജയരാജൻ. നിങ്ങളിങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു ഇത്രയും വേഗം ഈ ഒരു മാസം കൊണ്ട് തന്നെ ഈ സർക്കാർ ഇങ്ങനെ പ്രതിരോധത്തിലേക്ക് പോയി കളയും എന്നൊക്കെ ഒരു അത്ഭുതമായിരുന്നു നിങ്ങൾക്കും? തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ 102 അംഗങ്ങളുടെ ഭൂരിപക്ഷത്തിലെത്തിയ UDF ഇങ്ങനെയൊരു ടേണിലാകുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വിഴുങ്ങുകയും ഭരണപക്ഷത്തെത്തിയപ്പോൾ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ജനങ്ങളാകെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ UDFനെതിരായിട്ടുള്ള കോൺഗ്രസിനകത്തും UDFനകത്തും സമൂഹത്തിലാകെയും ഉണ്ടായ പ്രതിഷേധത്തിന് ഇടയാക്കിയത്.
UDF തന്നെ വരുത്തിവെച്ച, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി വരുത്തിവെച്ച വിനകളാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഈ കോൺഗ്രസ്സിലും വലിയ രീതിയിലുള്ള തർക്കങ്ങളൊക്കെ നടക്കുകയാണ്. VD സതീശൻ 5 വർഷം മുഖ്യമന്ത്രി കസേരയിൽ തന്നെ ഇരിക്കാൻ കഴിയും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയുമോ? മുഖ്യമന്ത്രിയായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. MLA-മാരിൽ ഭൂരിപക്ഷം അദ്ദേഹത്തിനില്ല. പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്നപ്പോൾ MLA-മാർ ആർക്കൊപ്പമാണ് എന്നുള്ളത് ഹൈക്കമാൻഡിൽ നിന്ന് വന്നിട്ടുള്ള നിരീക്ഷകരോട് MLA-മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രേഖപ്പെടുത്തിയ ഓരോ MLA-യുടെയും അഭിപ്രായം ആരായിരിക്കണം കോൺഗ്രസിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നുകൊണ്ട് നയിക്കേണ്ടത് എന്നത് സംബന്ധിച്ച MLA-മാരുടെ പ്രതികരണം അത് രേഖകൾ സഹിതം പുറത്തു വന്നതാണ്. അത് പ്രകാരമാണെങ്കിൽ KC വേണുഗോപാലിനാണ് ഭൂരിപക്ഷം MLA-മാരുടെയും പിന്തുണ. പക്ഷേ VD സതീശനെ മുഖ്യമന്ത്രിയായി ഒടുവിൽ ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ടി വന്നു. അതിന് പല കാരണങ്ങളും ഉണ്ടായി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഒന്ന്, UDF-ലെ ചില കക്ഷികളുടെ സമ്മർദ്ദം. 2, മംഗലാപുരത്തേക്ക് ദുരൂഹമായൊരു യാത്ര നടത്തിയപ്പോൾ അവിടെ അദാനിയുടെ ഉദ്യോഗസ്ഥന്മാരും NDA-യുടെ കക്ഷി നേതാക്കന്മാരും ഉൾപ്പെടെ ഇദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അദാനി ഗ്രൂപ്പിന് യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡുമായിട്ട് നല്ല ബന്ധമുണ്ട്. അത് പ്രധാനമായും റോബർട്ട് വധേരിയുമായിട്ടാണ്. അപ്പോൾ അതുകൂടി VD സതീശൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാരോഹണത്തിന് കാരണമായെന്ന അടക്കം പറച്ചൽ ഇന്ന് കേരളത്തിൽ കോൺഗ്രസ്സുകാർ തന്നെയാണ് നടത്തുന്നത്. ഇതൊക്കെയാണെങ്കിലും പ്രതിപക്ഷം ഒരു ക്രിയാത്മകമായ പ്രതിപക്ഷമായി ഇരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ആദ്യമേ പ്രതിപക്ഷം വ്യക്തമാക്കിയതാണ്. ഈ VD സതീശനെതിരായ ഒരു പടയൊരുക്കം ഇപ്പോൾ തന്നെ തുടങ്ങി എന്ന് നമുക്ക് ഈ ഇപ്പോഴത്തെ ഈ പ്രതികരണങ്ങളും മന്ത്രിമാരുടെ ചില കാര്യങ്ങളും ഒക്കെ തന്നെ വായിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരു ഉള്ളിൽ കലി തുടങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ സൂചന തന്നെയാണോ അത്? അതെ, അതുതന്നെയാണ് വ്യക്തമാവുന്നത്. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരാളായിരുന്നു മുൻ KPCC പ്രസിഡൻറ്റും മുൻ മന്ത്രിയുമൊക്കെയായ VM സുധീരൻ. യഥാർത്ഥത്തിൽ 2 പ്രശ്നത്തിൽ അദ്ദേഹം VD സതീശൻ്റെ നിലപാടിനോട് യോജിക്കുന്നില്ല. ഒന്ന്, മദ്യനികുതി കുറച്ച നടപടി. കുറക്കുന്നതിന് കാരണമായി പറയുന്നത് UDF-ൻ്റെ നയമല്ലാതിരുന്നിട്ട് കൂടി LDF ആണ് അത് തുടങ്ങി വെച്ചത് എന്നാണ്. പക്ഷേ VD സതീശനെ പോലുള്ള ഒരാളെ കള്ളം കൊണ്ട് സത്യത്തെ മൂടി വെക്കാൻ കഴിയില്ല എന്ന് നമുക്ക് ബോധ്യമായി. അദ്ദേഹം അത് വ്യക്തമായി പറഞ്ഞു. മറ്റുള്ളവരുടെ നയം എന്തെന്ന് കോൺഗ്രസ് നോക്കരുത്, കോൺഗ്രസിൻ്റെ നയം എന്താണ്. ഇപ്പോൾ മദ്യത്തിൻ്റെ നികുതി കുറക്കുക എന്ന നില വന്നാൽ അതിനർത്ഥം മദ്യരാജാക്കന്മാർക്കാണ് അതിൻ്റെ പ്രയോജനം ഉണ്ടാകുക. ഇപ്പോൾ ഉയർന്നു വന്ന വിവാദം തന്നെ നോക്കാം. ബക്കാഡി കമ്പനിയാണ് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ അനുമതി തേടി സർക്കാരിനെ സമീപിച്ചത്. അത് 2023-ലാണ്. അന്ന് LDF സർക്കാരാണ്. അന്ന് LDF സർക്കാർ ആ ഫയലിന്മേൽ തീരുമാനം എടുത്തില്ല. മാത്രമല്ല, വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിറ്റ് നികുതി കുറച്ച് മദ്യ രാജാക്കന്മാരെ സഹായിക്കുന്ന നയം LDF-നില്ല. LDF-ൻ്റെ കാലത്ത് ചെയ്തത് എന്താ? ഹോർട്ടി വൈൻ, കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന പഴവർഗ്ഗങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ പാനീയം ഉൽപ്പാദിപ്പിക്കുക. അതാണ് LDF-ൻ്റെ അന്നത്തെ നയം. നീര പോലെയുള്ള പാനീയങ്ങൾ ഉൽപ്പാദിപ്പിക്കുക. അതിന് നികുതി കുറയ്ക്കുകയും ചെയ്തിട്ടില്ല. താരതമ്യേന വീര്യം കുറഞ്ഞ മദ്യത്തിനോ വീര്യം കുറഞ്ഞ പാനീയത്തിനോ നികുതി കുറയും. ആൽക്കഹോളിക് കണ്ടൻ്റ് ഇല്ല, സ്പിരിറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതല്ല. അപ്പോൾ അത് കൃഷിക്കാരെ സഹായിക്കാനായിരുന്നു. കൃഷിക്കാരുടെ കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായവില
കിട്ടുന്നതിനു വേണ്ടിയായിരുന്നു അത്. എന്നാൽ UDF ചെയ്തത് എന്താ? സ്പിരിറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മദ്യത്തിൻ്റെ വീര്യം കുറഞ്ഞ് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ 251% നികുതി ഉണ്ടായിരുന്നത് 120% കുറയ്ക്കുകയാണ്. 131% ഇളവാണ് മദ്യരാജാക്കന്മാർക്ക് കിട്ടുന്നത്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പുറത്തു വന്നു. 2.5 മണിക്കൂർ കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആ ഫയൽ എത്തിയത്. 2023 മുതൽ 2026 വരെ 3 വർഷക്കാലം LDF അടച്ചുവെച്ച ഫയൽ മെയ് 21-ന് 7 ഉദ്യോഗസ്ഥന്മാർ കണ്ടതിന് ശേഷം മുഖ്യമന്ത്രിയുടെ അടുത്തെത്തുന്നത് 2.5 മണിക്കൂർ കൊണ്ടാണ്. ആ ഫയലിൽ എഴുതിയ 2 പ്രധാനപ്പെട്ട കാര്യം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, മുകളിൽ നിന്ന് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഈ ഫയൽ അയക്കുന്നത്. മറ്റൊന്ന്, ബക്കാഡിയുടെ അപേക്ഷയിന്മേലാണ് ഈ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അയക്കുന്നത്. ഈ 2 കാര്യവും വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രിക്ക് ബക്കാഡി കമ്പനിയുമായുള്ള അവിഹിതമായ ഒരു ബന്ധം ഉണ്ട് എന്നുള്ളതാണ്. എന്നിട്ടോ മെയ് 21 മുതൽ ജൂൺ 19 ബജറ്റ് അവതരിപ്പിക്കുന്നത് മുമ്പ് വരെയുള്ള ഏതാണ്ട് 10-28 ദിവസം സാധാരണഗതിയിൽ ഭരണവകുപ്പ്, എക്സൈസ് വകുപ്പ് അവരുടെ അഭിപ്രായം തേടേണ്ടതാണ്. മന്ത്രിസഭാ യോഗങ്ങളും അതിനിടയ്ക്ക് നടന്നു. മന്ത്രിസഭാ യോഗങ്ങളും നടന്നതാണ്. നികുതിയുടെ മന്ത്രിസഭാ യോഗത്ത് പറയാൻ കഴിയില്ല, കാരണം ബഡ്ജറ്റ് രഹസ്യം പുറത്തു പോകുന്നതാണ്. പക്ഷെ വീര്യം കുറഞ്ഞ മദ്യം എന്ന ഒരു ഇനം നാം മദ്യനയത്തിലില്ലാത്തത് ഒരു സമീപനം സ്വീകരിക്കണമെങ്കിൽ എക്സൈസ് വകുപ്പ് അറിയാതെ ചെയ്യാൻ പാടില്ല. നേരത്തെ ഹോർട്ടി വൈൻ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി ഇടതുപക്ഷം ആവിഷ്കരിച്ചത് മദ്യനയത്തിൽ ഉൾപ്പെടുത്തിയാണ്, ധൃതി പിടിച്ചല്ല. അപ്പോൾ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനും വിൽക്കാനും കേരളത്തിൽ അനുവദിക്കണമോ എന്ന പ്രശ്നം ഒരു നയപരമായ പ്രശ്നമാണ്. അത് എക്സൈസ് വകുപ്പ് കാണണം, മദ്യനയത്തിലത് ഉണ്ടാവണം, അത് പരസ്യപ്പെടുത്തണം. ഇതെല്ലാം കഴിഞ്ഞിട്ടേ ബജറ്റിൽ അത് ഉൾപ്പെടുത്താൻ പാടുള്ളൂ. ഇനി വരുന്ന ആപത്തെന്താ? ബജറ്റിലത് പറഞ്ഞു, പിൻവലിക്കുകയും ചെയ്തില്ല. VM സുധീരൻ പോലും പറഞ്ഞിട്ടും പിൻവലിച്ചില്ല. ഇദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ഹൈക്കമാൻഡിൻ്റെ മുമ്പാകെ പറഞ്ഞ VM സുധീരൻ എന്ന് പറയുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ വാക്ക് പുല്ലാക്കി മാറ്റിക്കൊണ്ട് ഇനി അടുത്ത ഘട്ടം ഫിനാൻസ് ബില്ലിൽ ഈ നികുതി നിർദ്ദേശം ഉൾപ്പെടുത്തലാണ്. ഫിനാൻസ് ബില്ലിൽ സുധീർ പറഞ്ഞിട്ടുണ്ട്, ഫിനാൻസ് ബില്ലിൽ ഈ നികുതി നിർദ്ദേശം ഉൾപ്പെടുത്തരുത് എന്ന് സുധീരൻ പറഞ്ഞാലും ബജറ്റ് പ്രസംഗത്തിൽ അവിടെ രേഖയായി കിടക്കുമ്പോൾ നിങ്ങൾ ബില്ലിൽ ഉൾപ്പെടുത്താതിരിക്കുന്നത് എങ്ങനെയാണ്? അതൊരു പ്രശ്നമല്ലേ? മറ്റനേകം കാര്യങ്ങളുണ്ട് ബജറ്റ് നിർദ്ദേശങ്ങളിൽ, അത് ഫിനാൻസ് ബില്ലിൽ വരേണ്ടതാണ്. ചെയ്യാമായിരുന്ന ഒരു കാര്യം ഇത്ര ധൃതി പിടിച്ച് ഈ തീരുമാനമെടുക്കാതിരിക്കലാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ നയം മദ്യം വ്യാപകമായി ഒഴുക്കലാണ്, മറ്റൊന്ന് മദ്യരാജാക്കന്മാരെ സഹായിക്കലാണ്. അഴിമതി തന്നെയാണ്. അഴിമതിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. യഥാർത്ഥത്തിൽ നിയമസഭയിലെ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പിൻവലിക്കാതിരിക്കുന്നത് ആ മദ്യരാജാവ് സെക്രട്ടേറിയറ്റിലെ ഇടനാഴികകളിൽ സഞ്ചരിച്ച ആളുണ്ടല്ലോ, കഴിഞ്ഞ ഒട്ടേറെ ദിവസങ്ങളിൽ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ഈ ബക്കാഡി കമ്പനിയുടെ ആളുകൾ ഏജൻറ്റുമാരായിട്ട് അവർ എത്ര കാശാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് കൊടുത്തതെന്നുള്ളത് പരസ്യപ്പെടുത്തും. ആ ഭയം മൂലമാണ് യഥാർത്ഥത്തിൽ നിയമസഭയിൽ നടത്തിയ ബജറ്റ് നിർദ്ദേശം പിൻവലിക്കാത്തത്. ബജറ്റ് നിർദ്ദേശം പിൻവലിക്കാനുള്ള ഒട്ടേറെ സന്ദർഭം ഉണ്ടായിരുന്നു. ഒന്ന്, എക്സൈസ് വകുപ്പ് അറിയില്ല എന്ന് ലിജു പറഞ്ഞു, മന്ത്രി പറഞ്ഞു. 2, VM സുധീരൻ അടക്കമുള്ള കോൺഗ്രസ്സുകാരുടെ പ്രതിഷേധം. 3, UDF-ലെ പല ഘടകകക്ഷികളും ഇതിനോട് യോജിപ്പില്ല, UDF-ലും ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ ബജറ്റ് നിർദ്ദേശം, നികുതി കുറയ്ക്കുന്ന നിർദ്ദേശം പിൻവലിക്കാമായിരുന്നിട്ടും പിൻവലിക്കാതിരുന്നത് ഈ പറയുന്ന ഭയം മൂലമാണ്. ബക്കാഡി കമ്പനിക്കാർ കൊടുത്ത കാശിൻ്റെ കണക്കങ്ങ് പറയും. അപ്പോൾ മുഖ്യമന്ത്രി
ബക്കാഡി കമ്പനിക്ക് വേണ്ടി മാത്രമാണ് ഈ നികുതി നിർദ്ദേശവുമായി മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് അശേഷ സംശയമില്ല, VM സുധീരൻ അടക്കമുള്ളവർ എതിർത്താലും ഫിനാൻസ് ബില്ലിൽ ഈ പ്രൊപ്പോസൽ വരും. കാരണം UDFൻ്റെ യോഗം ചേർന്നിട്ട് തീരുമാനമെടുക്കുക മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ നിർദ്ദേശത്തെ അടിസ്ഥാനത്തിലായിരിക്കും. കാരണം നിയമസഭയിൽ ഇങ്ങനെയൊക്കെ അവതരിപ്പിച്ച ഒരാൾ നിർദ്ദേശം പിൻവലിക്കേണ്ടി വന്നാൽ പിന്നെ ആ സ്ഥാനത്തിരിക്കാൻ കഴിയില്ല. ഏറ്റവും കുറഞ്ഞ ദിവസം ഭരിച്ച മുഖ്യമന്ത്രി എന്ന ചീത്തപ്പേര് VD സതീശന് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് അത്ര എളുപ്പമല്ല ഫിനാൻസ് ബില്ലിൽ ഉൾപ്പെടുത്താതെ ഈ പ്രശ്നം അങ്ങോട്ട് നീട്ടി കൊണ്ടുപോകൽ. ഈ സർക്കാരിനെതിരായ സമരത്തിനും തുടക്കം കുറിച്ച് 1 മാസമേ ആയുള്ളൂ സർക്കാർ. ഇത്രയും വേഗം ഇങ്ങനെ സമര രംഗത്തേക്കൊക്കെ വരേണ്ടി വരും എന്ന് ആരും കരുതിയിരുന്നില്ല. പക്ഷേ എല്ലാ മേഖലയിലും PMശ്രീ ആയാലും മദ്യനയമായാലും എല്ലാ മേഖലയിലും ടേൺ അടിച്ച ഈ സർക്കാർ അതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം ആരംഭിച്ചു കഴിഞ്ഞു. അതിനിടയിലാണ് ഈ SFIക്കാർക്കെതിരെ ബ്ലേഡ് ആക്ഷേപമൊക്കെ ഉയർത്തുന്നത്. ആ ബ്ലേഡ് ആക്ഷേപം, അതായത് SFI പ്രവർത്തകർ സമരത്തിന് ബ്ലേഡുമായി എത്തി പോലീസിനെ ആക്രമിച്ചു, ബാരിക്കേഡിൻ്റെ കെട്ട് മുറിക്കുന്നതിന് വേണ്ടി ആ ബ്ലേഡ് ഉപയോഗിച്ചു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളാണ് ഉയരുന്നത്. ഇതൊക്കെ ഒരു സൃഷ്ടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ സമരങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ എന്ന് കരുതുന്നുണ്ടോ? സർക്കാരിൻ്റെ ആ ഭാഷ്യം പച്ചക്കള്ളമാണ്. SFI പ്രവർത്തകന്മാർ ബ്ലേഡുമായിട്ട് അവിടെ പോയിട്ടില്ല. അവരെ കയ്യിൽ ഒരായുധവും ഇല്ല. അവർ PMശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാൻ പോയതാണ്. പുറത്തു വന്ന വീഡിയോ എല്ലാം വ്യക്തമാക്കുന്നത് പോലീസാണ് വിദ്യാർത്ഥികൾക്ക് നേരെ അക്രമം കാട്ടിയത് എന്നാണ്. ഒരൊറ്റ പോലീസുകാരനും ബ്ലേഡ് കൊണ്ട് മുറിഞ്ഞ പരിക്കില്ല. എന്നാൽ വിദ്യാർത്ഥികൾക്ക് ബ്ലേഡ് കൊണ്ട് പുറത്തും കൈകാലുകളിലും മുറിഞ്ഞ പരിക്കുകൾ സാക്ഷികളായിട്ട് നമ്മുടെ മുമ്പിൽ ഉള്ളത് കൊണ്ട് തന്നെ ഉറപ്പിച്ച് പറയാം, ബ്ലേഡ് കൊണ്ടുവന്നത് പോലീസാണ്. ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയായിരുന്നു. അതിപ്പോൾ ഒരു പുതിയ രീതിയാണ്. നേരത്തെ ഇലക്ട്രിക് ബാറ്റൺ ലാത്തി അടക്കം വന്നിരുന്നു. ഈ കനകോലു സിദ്ധാന്തമൊക്കെ ഉണ്ടാവും. ആ പുതിയ രീതികൾ അവർ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മർദ്ദനത്തിന്. ജലപീരങ്കിയിൽ അഴുക്ക് വെള്ളം കൊണ്ടുവന്നിട്ടാണ് AYF AISF പ്രവർത്തകന്മാർക്ക് നേരെ ഒഴിച്ചത്. അത് കേരളത്തിൽ സമീപകാലത്ത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ജലപീരങ്കിയിൽ അഴുക്ക് വെള്ളം, അതും നമ്മൾ ഓർത്തോളണം, പകർച്ചവ്യാധികൾ തടയാൻ വേണ്ടി മാലിന്യ നിർമ്മാർജ്ജനം ശുചിത്വ കേരളം എന്ന പദ്ധതിക്ക് വേണ്ടി മുറവിളി കൂട്ടുമ്പോഴാണ് അഴുക്ക് വെള്ളം കൊണ്ടുവന്നിട്ട് സമരക്കാർക്ക് നേരെ ഒഴിക്കുന്നത്. സമരക്കാരെ നേരിടാൻ വേണ്ടിയിട്ടാണെങ്കിലും ആ പ്രദേശമാകെ അഴുക്ക് മലിനമായി, അത് അപകടമല്ലേ. അപ്പോൾ അഴുക്ക് വെള്ളം കൊണ്ടവിടെ നാട്ടിലാകെ ദുർഗന്ധമുണ്ടായി, അത് രോഗം പരത്തും. അപ്പോൾ ഒരു ഭാഗത്ത് ജലപീരങ്കിയിൽ അഴുക്ക് വെള്ളം ഉപയോഗിക്കുക, മറുഭാഗത്ത് പോലീസ് തന്നെ ബ്ലേഡ് കൊണ്ടുവന്നിട്ട് വിദ്യാർത്ഥികളെ ബ്ലേഡ് ഉപയോഗിച്ച് ആക്രമിക്കുക. അപ്പോൾ ഇത് ബോധപൂർവം തന്നെയാവാനാണ് സാധ്യത. കാരണം പോലീസിന് ഇപ്പോൾ SFI DYFI AISF AYF പ്രവർത്തകന്മാരെ പ്രതിപക്ഷത്തിരിക്കുന്നവരെ വേട്ടയാടാൻ വിട്ടിരിക്കുകയാണ്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ കേരള യൂണിവേഴ്സിറ്റി യൂണിയനിലേക്ക് ഇലക്ഷൻ നടന്നു. അതിൽ SFI വിജയിച്ചു. SFIയുടെ വിജയിച്ച വിദ്യാർത്ഥി പ്രതിനിധികളുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടന്നു. യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്നാണ് ആരംഭിക്കുന്ന, പാളിയത്തേക്കാണ് അവർ വരുന്നത്. ആ ആഹ്ലാദ പ്രകടനം അവർ നടത്തുന്ന സമയത്ത് അവരെ പിന്നാലെ KSUവിൻ്റെ ആളുകളും വന്ന് അവരാക്രമിക്കുകയാണ്, അവർ കല്ലെറിയാണ് SFIക്കാർക്ക് നേരെ. അവരാഹ്ലാദം പ്രകടിപ്പിക്കാനുള്ള ഒരു കാര്യവുമില്ല. കാരണം എന്താ, ആകെ അവർ ജയിച്ചത് 2 ആളാണ്. 2 ഒഴികെ ബാക്കി 18 സീറ്റും SFI വിജയിച്ചതാണ്. ഇരിക്കട്ടെ, ജയിച്ചവരെ ഒരു പ്രകടനം നടത്തുന്നതിൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കല്ലുകൊടുത്തിട്ട് അവർ വരേണ്ട കാര്യം എന്താ? ഇതിൻ്റെ പിന്നാലെ പാളയത്തെത്തി. പോലീസുകാർ കല്ലെടുത്തെറിയുന്ന സമയത്ത് അവർ SFIക്കാരെ ആക്രമിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. ആ സമയത്താണ് ഞാനവിടെ എത്തിയത്. SFIക്കാർക്ക് നേരെ ഈ അക്രമം നടത്തുന്നത് കണ്ടപ്പോൾ
ആ SFIക്കാർക്കെതിരെ KSUവിൻ്റെ അക്രമം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് SFIക്കാരെ ആക്രമിക്കുകയാണ്. അക്രമം നടത്തുന്ന KSUക്കാരെ അവിടുന്ന് മാറ്റാനല്ല. സാധാരണഗതി പോലീസ് ചെയ്യേണ്ടത് എന്താ? പിറകിലായി വരുന്ന KSU പ്രവർത്തകന്മാർ കല്ലെടുത്തെറിയുമ്പോൾ അവരെ അവിടുന്ന് നീക്കം ചെയ്യാൻ അറസ്റ്റ് ചെയ്യല്ലേ വേണ്ടത്. SFIക്കാർ മുമ്പിലാണ് ഉള്ളത്. അവർ തിരിച്ചൊന്നും ചെയ്തിട്ടില്ല. മുമ്പിൽ പ്രകടനമായി പോകുന്ന SFI പ്രവർത്തകന്മാരെ ലാത്തി കൊണ്ട് അടിച്ച് അവരെ പിരിച്ചുവിടാനാണ് നോക്കിയത്. ആ അക്രമത്തിൽ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് പരിക്ക് പറ്റി. ഒരു പെൺകുട്ടികളുടെ പരിക്ക് മാരകമായിരുന്നു. ഒരു കഴിഞ്ഞ 10 വർഷം ഇത്തരത്തിലുള്ള KSU പ്രവർത്തകരുടെ സമരത്തെ ആ രീതിയിൽ പോലീസ് നേരിട്ടിരുന്നില്ല. പോലീസിന്റെ പണിയെടുക്കുന്ന രീതിയിലേക്കാണ് ഉണ്ടായത്. അല്ല, അന്ന് അക്കാലത്തെ പോലീസിൻ്റെ പ്രവർത്തനം ഇടതുപക്ഷ ഗവൺമെൻറ് പോലീസിൻ്റെ നയത്തിൻ്റെ ഭാഗമാണ്. പോലീസ് സമരക്കാരെ വേട്ടയാടാനല്ല, ക്രിമിനലുകളെ പിടികൂടാനാണ്. ഇതായിരുന്നു ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നയം. അതുകൊണ്ട് തന്നെ സമരത്തിൽ നേതൃത്വം കൊടുക്കുന്ന ഒരൊറ്റയാളെയും വേട്ടയാടിയിട്ടില്ല. എന്നാൽ അക്രമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നവരെ വെറുതെ വിട്ടിട്ടുമില്ല. ആ പോലീസ് നയമല്ല ഇപ്പോഴത്തെ പോലീസ് നയം. അതുകൊണ്ടാണ് ബ്ലേഡ് പോലീസ് എന്ന് പോലീസുകാരെ ഇപ്പോൾ വിളിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ ആ ഒരു ചൂട് അതൊക്കെ തീർക്കുകയാണ്. അല്ല, അത് UDF ആണ് പറയേണ്ടത്. അവർ കയറൂരി വിട്ടു എന്നുള്ളത് മാത്രമല്ല, അക്രമ മനോഭാവമുള്ള പോലീസുകാരിയാണ് ഇപ്പം വിവിധ സ്റ്റേഷനിലേക്ക് അവർ നിയോഗിക്കുന്നത്. അതിന് പറ്റുന്ന പോലീസ് ഓഫീസർമാരെ. പോലീസിലുള്ള ട്രാൻസ്ഫർ പോലും ചട്ടവിരുദ്ധമായിട്ട് നടന്നല്ലോ. പോലീസുകാർക്ക് പോലും ട്രിബ്യൂണലിൻ്റെ മുമ്പാകെ പരാതി കൊടുക്കേണ്ടി വന്നല്ലോ. കാരണം സാധാരണഗതിയിൽ ഇന്ന് നിലവിലുള്ള മാനദണ്ഡം അനുസരിച്ച്, മാർഗരേഖ അനുസരിച്ച് പോലീസുകാരെ ജില്ല മാറി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന് അനിവാര്യമായ കാരണങ്ങളുണ്ടാവണം. സാധാ പോലീസുകാരെ, ഓഫീസർമാരൊക്കെ ജില്ല മാറി പോകേണ്ടി വരും. പക്ഷേ എന്നിട്ട് പോലും ട്രാൻസ്ഫർ ഉണ്ടായല്ലോ. ട്രാൻസ്ഫറിന് വേണ്ടി കത്ത് കൊടുക്കുന്നത് ആരാ? മുമ്പ് പോലീസ് അസോസിയേഷൻ്റെ ഭാരവാഹിയായിരുന്ന, അച്ചടക്ക നടപടിക്ക് വിധേയനായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ പോലീസുകാരെ അവരിപ്പോൾ പ്രധാനമായും കയറൂരി വിടുന്നത് പ്രതിപക്ഷത്തെ വേട്ടയാടാനാണ്. ഇപ്പം പോലീസ് സ്വീകരിച്ച ഒരു സമീപനമാണല്ലോ സോഷ്യൽ മീഡിയയിലൂടെ ഗവൺമെൻറ്റിനെ വിമർശിച്ചവരെ കേസിൽ പ്രതികളാക്കി ജയിലിലടക്കാനുള്ള നീക്കം. അതും സ്ത്രീകളടക്കമുള്ളവരെ. മാത്രമല്ല, സമീപകാല ചരിത്രത്തിൽ ഇല്ലാത്തൊരു കാര്യം ചെയ്തു. ഗവൺമെൻറ്റിനെ വിമർശിക്കുന്ന പോസ്റ്റുകൾ ഉണ്ടായാൽ, PM ശ്രീയുടെ കാര്യത്തിൽ, മദ്യത്തിൻ്റെ നികുതി വെട്ടിക്കുറച്ച കാര്യത്തിൽ, കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് അനുവദിക്കുന്ന കാര്യത്തിലൊക്കെ, അതുപോലെ പ്രതിയുടെ അഭിഭാഷകനെ സർക്കാരിൻ്റെ അഭിഭാഷകനായി നിശ്ചയിച്ചതിനെതിരെ തുടങ്ങി വിവിധങ്ങളായ സർക്കാരിൻ്റെ നടപടികളെക്കുറിച്ച് അതിശക്തമായ വിമർശനം സോഷ്യൽ മീഡിയയിൽ വരാൻ തുടങ്ങി. ആ സോഷ്യൽ മീഡിയ പ്രചരണം ഭയന്നുകൊണ്ട് അവരിപ്പോൾ ചെയ്യുന്നത് എന്താ? 1, കേസെടുക്കുക, 2, മെറ്റക്ക് പോലീസ് കത്തെഴുതുക, എന്നിട്ട് സോഷ്യൽ മീഡിയയിലെ അത്തരം പോസ്റ്റുകൾ നീക്കം ചെയ്യുക, അത്തരം കൂട്ടായ്മകൾ ഇല്ലാതാക്കുക. അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് തെറ്റിനെ ചൂണ്ടിക്കാണിച്ചാൽ പോലും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ വേട്ടയാടുന്ന രീതിയാണ് അവരിപ്പോൾ സ്വീകരിക്കുന്നത്. ഇപ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള മുന്നണിക്കകത്ത് തന്നെ വലിയ പ്രശ്നങ്ങൾ UDFൽ ഉണ്ട്. ലീഗ് എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥ. ഇപ്പോൾ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം സംഘടനകളും മുസ്ലിം ലീഗും ഒക്കെ തന്നെയാണ് തെരുവിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉയർത്തിയത്. ഇപ്പോൾ VD സതീശൻ്റെ തനി സ്വരൂപം ഇവരൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണോ? ലീഗിൽ വലിയ മാറ്റമൊന്നും വരില്ല. ലീഗ് പണ്ട് തന്നെ അതിൻ്റെ സമ്പന്നന്മാർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന പാർട്ടിയാണ്. സമുദായത്തിൻ്റെ പേര് പറയും, പക്ഷെ നല്ലതുപോലെ വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള രാഷ്ട്രീയ കരുനീക്കങ്ങളാണ് അവർ നടത്താറ്. ലീഗിൻ്റെ നേതാവായി ഇരിക്കുന്ന സമയത്താണ് KM ഷാജി പറഞ്ഞത് PM ശ്രീ അറബിക്കടലിൽ. സമാന രീതിയിലുള്ള പ്രസംഗം എല്ലാവരും നടത്തിയിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി കുറച്ചും കൂടി മിതമായ ഭാഷയിൽ പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ PS ശ്രീ നടപ്പാക്കില്ല. പക്ഷെ ഫലത്തിൽ എന്താ സംഭവിച്ചത്? PM ശ്രീ വിദ്യാഭ്യാസ മന്ത്രിയുടെ വീട്ടിൽ അരമനയിലെത്തിയിരിക്കുകയാണ്. ഇതല്ല ഒരവസ്ഥ.
PM ശ്രീയിൽ ഈ UDF സ്വീകരിച്ച സമീപനം എന്താ? ഇപ്പോൾ മുഖ്യമന്ത്രിയായ ശ്രീ VD സതീശൻ പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ PM ശ്രീ നടപ്പാക്കില്ല. PM ശ്രീ BJPയുടെ അജണ്ട നടപ്പാക്കലാണ്. ശക്തമായിട്ടായിരുന്നു പറഞ്ഞത്. അങ്ങനെ ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്തി. ഇപ്പം ആദ്യം പറഞ്ഞത് എന്താ മുഖ്യമന്ത്രി? PM ശ്രീ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടോ മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടോ ഇടതുപക്ഷ ഗവൺമെൻറ് കേന്ദ്രത്തിലേക്ക് കത്തെഴുതിയിട്ടില്ല. അതാണ് ഒന്നാമത്തെ പച്ചക്കള്ളം. മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2025 നവംബർ 12 അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറി കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് കത്തെഴുതിയത് പുറത്തു വന്നു. പിന്നെ അവർ പറഞ്ഞത് എന്താ? LDF സർക്കാരിൻ്റെ കാലത്ത് ഒപ്പിട്ടതുകൊണ്ട് ഞങ്ങൾക്കതിൽ നിന്ന് പിന്തിരിയാൻ കഴിയില്ല. അത് പഞ്ചാബ് കാണിച്ചു കൊടുത്തു. പിൻവാങ്ങാൻ സംസ്ഥാനത്തിന് കഴിയും. കരാറിൽ ഒപ്പിട്ട 2 സർക്കാരുകളിൽ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ ഒരു സർക്കാർ നിശ്ചിത സമയം മുമ്പ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു മാർഗരേഖയുണ്ട്. എഴുതി കൊടുത്താൽ പിൻവലിക്കാൻ കഴിയും. ഇടതുപക്ഷ ഗവൺമെൻറ് അന്ന് ചെയ്തത് എന്താ? നാട്ടിൽ ഒരു ചർച്ചയുണ്ടായി. ഇപ്പോൾ ഉണ്ടായതുപോലെ PM ശ്രീ RSSൻ്റെ കാവ്യവൽക്കരണ അജണ്ടയാണ് കേരളത്തിൽ നടപ്പാക്കുക. അതുകൊണ്ട് അത് ഒപ്പിടാതിരിക്കലും നടപ്പാക്കാതിരിക്കലുമാണ് നല്ലത്. ഇടതുപക്ഷം ഒപ്പിടാൻ നിർബന്ധിതമായത് എന്തുകൊണ്ടാണ്? PM ശ്രീയുടെ പേര് പറഞ്ഞ് SSKയുടെ ഫണ്ട് പോലും തടഞ്ഞു വെച്ചു. നമുക്ക് 1158 കോടി ഉറുപ്പിക 3 വർഷത്തത് കിട്ടാനുണ്ട്. അത്രയും വലിയ തുക കിട്ടാതിരുന്നാൽ SSK പിരിച്ചുവിടേണ്ടി വരും. SSKയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാതെ വരും. കുട്ടികൾക്കൊക്കെ വിവിധ സ്കീമുകളുണ്ട്, യൂണിഫോം അടക്കമുള്ള. ആ സ്കീമുകൾ ഇല്ലാതാകും. കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ ധനസഹായം കിട്ടും, അതില്ലാതാകും. അപ്പോൾ PM ശ്രീയുടെ പേരും പറഞ്ഞ് SSKയുടെ ഫണ്ട് നഷ്ടപ്പെട്ടാൽ ഇതൊക്കെയാണ് സംഭവിക്കുക. അപ്പോൾ സർക്കാർ ആലോചിച്ചു, ഒപ്പിടാം. PM ശ്രീ ഒന്നും നടപ്പാക്കിയിട്ടില്ല. PM ശ്രീയുടെ ഭാഗമായി കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം എന്ന് പറയുന്നത് 300-ലധികം വരുന്ന സ്കൂളുകളെ തിരഞ്ഞെടുത്ത് ഒരു ലിസ്റ്റ് അയച്ചു കൊടുക്കണം. ആ സ്കൂളിലാണ് ഇതൊക്കെ നടപ്പാക്കുക. പാഠ്യപദ്ധതി അടക്കമുള്ളത് വരുന്നുണ്ട് അതിൽ. അപ്പോൾ ഇതുപോലെയുള്ള കാര്യം സംസ്ഥാന സർക്കാർ അങ്ങോട്ട് എഴുതി ഈ കരാർ പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ PM ശ്രീയുടെ ഫണ്ട് കിട്ടുള്ളൂ. SSKയുടെ ഫണ്ട് അവർ തടഞ്ഞു വെക്കുന്നത് PM ശ്രീയുടെ പേരും പറഞ്ഞിട്ടാണ്. അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഒപ്പിടാം. എന്നാൽ കാവ്യവൽക്കരണ പാഠപുസ്തകങ്ങൾ നമുക്കിവിടെ കുട്ടികളെ പഠിപ്പിച്ചുകൂടാ. ഈ നയം അംഗീകരിച്ചു. അങ്ങനെ ഒപ്പിട്ടപ്പോൾ CPIയുടെ അഭിപ്രായ വ്യത്യാസം പുറത്തു വന്നു. അപ്പോൾ ചർച്ച ചെയ്തു, തൽക്കാലം മരവിപ്പിക്കാം. മന്ത്രിമാരുടെ ഒരു സംഘം ഡൽഹിയിൽ പോകണം, കേന്ദ്രമന്ത്രിയെ കണ്ടു. ഇതാ കേരളം തൽക്കാലം ഈ പദ്ധതി മരവിപ്പിക്കുകയാണ്. ഒരു ഉപസമിതിയെ ക്യാബിനറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ അതിന്മേൽ ഒരു നടപടിയും കേന്ദ്രത്തിന് എടുക്കാൻ കഴിയില്ല. കത്തും കൊടുത്തു. അതാണ് പിന്നീട് കേന്ദ്ര ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കുമ്പോൾ പറഞ്ഞത്. അവർ പറഞ്ഞു, കേരളം ഒപ്പിട്ടിട്ടുണ്ടെങ്കിലും ഈ കരാർ പ്രകാരം നടപ്പാക്കേണ്ട കാര്യങ്ങൾ അവരൊന്നും തന്നെ നടപ്പാക്കിയിട്ടില്ല. ഇപ്പോൾ PM ശ്രീയിൽ ആകെ ഉണ്ടായത് എന്താ? ഒരു ഒപ്പ് മാത്രമാണ്, വേറെ ഒന്നും നടന്നിട്ടില്ല. അത് അവർ പറഞ്ഞു എന്ന് മാത്രമല്ല, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി കോൺഗ്രസ് MPയുടെ ഒരു ചോദ്യത്തിന് പാർലമെൻറ്റിൽ ഒരു മറുപടി പറഞ്ഞു. മറുപടിയിൽ എന്താ അദ്ദേഹം പറഞ്ഞത്? PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിന് ഒരു പണവും കൊടുത്തിട്ടില്ല. കൊടുത്തത് 332 കോടിയോ മറ്റോ ഒരു വർഷത്തെ തുക കേരളത്തിന് കൊടുക്കാനുണ്ട്. അത് SSKയുടെ ഫണ്ടാണ്. ആ ഫണ്ടിനത്തിൽ 99 കോടി കൊടുത്തിട്ടുണ്ട്. ഇപ്പം UDF വന്നപ്പോൾ ഒരു 100 കോടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് SSK ആണ്, PM ശ്രീയുടേതല്ല.
അപ്പോൾ PM ശ്രീയിൽ നിന്ന് പിൻവാങ്ങുന്നതിന് നിയമപരമായിട്ടോ UDF പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലോ യാതൊരു തടസ്സവുമില്ല. പക്ഷേ അതിനവർ തയ്യാറല്ല എന്ന് പറയുമ്പോൾ ലീഗാണ് പ്രധാനം. ലീഗിന് വേണ്ടത് മന്ത്രിക്കുപ്പായം മാത്രമാണ്. പാവപ്പെട്ട ലീഗ് പ്രവർത്തകന്മാരുടെ വികാരമല്ല KM ഷാജി പ്രതിദാനം ചെയ്യുന്നത്. മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ ലീഗിന് വേണ്ടി വികാരമുണ്ടാക്കി MLA ആയി മന്ത്രിയായതിനു ശേഷം PM ശ്രീയാണ് മുഖ്യമെന്നല്ലേ പറഞ്ഞു നടക്കുന്നത്. എന്തെങ്കിലും ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞ ഉളുപ്പുണ്ടെങ്കിൽ ആ മന്ത്രിസ്ഥാനത്ത് ഷാജി ഇരിക്കാൻ പാടുണ്ടോ? ഷാജി രാജിവെക്കണ്ടേ? ഇതാ ഞാൻ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് PM ശ്രീ അറബിക്കടലിൽ എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ അരമനയിൽ എത്തിച്ചിരിക്കുകയാണ്. UDF ഭരിക്കുമ്പോൾ ഞാൻ ഈ സ്ഥാനത്തിരിക്കൂല. ഇതല്ലേ അന്തസ്സുള്ളൊരു ആൾ ചെയ്യേണ്ടത്? അങ്ങനെയാകുമ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയമായ അന്തസ്സ് കൂടുകയല്ലേ ചെയ്യുക. അപ്പോൾ ലീഗിൻ്റെ ലക്ഷ്യം ഭരണം മാത്രമാണ്. അതവർ 10 വർഷക്കാലം അധികാരത്തിൻ്റെ പുറത്ത് നിന്നതുകൊണ്ട് അധികാരത്തിൻ്റെ അപ്പക്കഷ്ണം നുണയാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ ഷാജി തന്നെ പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വെറുതെ ഭരിക്കുകയല്ല, എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടത് മുഴുവൻ മുതലാക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭരിക്കുന്നത് ലീഗുകാർ 2 കാശുണ്ടാക്കാൻ തന്നെയാണ്. അത് ഇവരുടെ എല്ലാം നിലപാടിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ നയമല്ല, പണമാണ് ഇവരെ ഭരിക്കുന്നത്. ഈ PM ശ്രീയിൽ ഒപ്പിട്ടത് ഇപ്പോൾ തിരിഞ്ഞ് കൊത്തുന്നുണ്ടോ LDFനെ? അന്ന് സർവശിക്ഷ അഭയാൻ്റെ ഫണ്ട് ലഭിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ഒപ്പിട്ടത് എന്ന് പറഞ്ഞു. പക്ഷെ അത് ഒപ്പിട്ട രീതിയെ അത് വലിയ അതിലൊരു സംഘടനാപരമായ ശ്രദ്ധക്കുറവുണ്ട്. അത് CPIയുടെ നേതൃത്വവുമായി ഉഭയകക്ഷി ചർച്ച നടത്തി അതിനുശേഷം ഒരു പൊതു തീരുമാനമുണ്ടാക്കി ഒപ്പിടേണ്ടതായിരുന്നു. ഈ വിദ്യാഭ്യാസ സെക്രട്ടറി വാസുകി ഡൽഹിയിൽ പോയി രഹസ്യമായി ഒപ്പിടേണ്ടി ഒന്നായിരുന്നില്ലല്ലോ. ഒരു നയപരമായ തീരുമാനം എടുത്തിട്ട് പോകണം. എല്ലാവരുമായി യോജിച്ച ഒരു തീരുമാനത്തിലെത്തിയിട്ട് വേണം അത് ഒപ്പിടാൻ. അത് തെറ്റാണ് എന്ന് പാർട്ടി വിലയിരുത്തി. അത് പിന്നെ അങ്ങനെ ഒപ്പിട്ട രീതി ശരിയായില്ല. അത് പാർട്ടി അംഗീകരിച്ചത്. അതെ. അന്ന് അങ്ങനെ ചെയ്തത് കൊണ്ട് ഇന്ന് ഒരു വോയിസ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അതില്ല. അന്ന് ഇതിന്മേൽ തീരുമാനമെടുക്കുമ്പോൾ തന്നെ വ്യക്തതയുണ്ട്. CPMന് വ്യക്തതയുണ്ട്, LDFന് വ്യക്തതയുണ്ട്. എന്തിനാണ് ഒപ്പിടുന്നത്? SSK ഫണ്ട് തടഞ്ഞു വെച്ചതുകൊണ്ട്. നിർവാഹമില്ല. 1158 കോടി ഉറുപ്പികയാണ് കേരളത്തിന് നിഷേധിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം അവകാശപ്പെട്ടതുപോലെ കേരളത്തിനും അവകാശപ്പെട്ടതാണത്. അവകാശപ്പെട്ടത് നിഷേധിക്കുമ്പോൾ നമ്മുടെ സർക്കാർ സാമ്പത്തികമായി സമ്പന്നമല്ല കേരളം. അല്ലെങ്കിൽ SSKൻ്റെ മുഴുവൻ ഫണ്ടും ഈ 1158 കോടിയും കേരളം കൊടുക്കണം. അതിന് സാമ്പത്തിക ശേഷിയില്ല. UDF അതിൽ ആ കാര്യം, ആ ഫണ്ട് വാങ്ങാൻ UDF അങ്ങനെ ചെയ്യുമ്പോൾ LDFനെ അത് എതിർത്ത് എങ്ങനെ പറയാൻ പറ്റും? അല്ലല്ല, അവരുടെ നിലപാട് ഒപ്പിട്ട സമയത്ത് PM ശ്രീ ഞങ്ങൾ നടപ്പാക്കില്ല എന്നാണല്ലോ. അതുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ PM ശ്രീ നടപ്പാക്കാൻ ഒപ്പിട്ടതല്ല, ജനങ്ങളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അതെ, ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, PM ശ്രീയിൽ ഒപ്പിട്ടിട്ടുണ്ടെങ്കിലും ഒപ്പിടുന്ന സമയത്ത് തന്നെ പാർട്ടിയിലും LDFലും ചർച്ച നടത്തിയിട്ടൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. കേരളം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല. 2020 ദേശീയ വിദ്യാഭ്യാസ നയം കേന്ദ്രം കൊണ്ടുവന്നത്. അതിലെ ഒന്നാമത്തെ കാര്യമാണ് പാഠപുസ്തകങ്ങളുടെ പാഠഭാഗങ്ങൾ മാറ്റൽ. ഗാന്ധിജിയെ കൊന്നത് നാഥുറാം വിനായക ഗോഡ്സെ എന്നാണ് ഇപ്പോഴും പഠിപ്പിക്കുന്നത്. അത് ഇന്ത്യയിൽ BJPയും കോൺഗ്രസും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാറ്റി. കേരളം മാറ്റിയിട്ടില്ല. മുഗൾ രാജാക്കന്മാരെക്കുറിച്ച് പഠിപ്പിക്കാൻ പാടില്ല എന്നാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിലുള്ളത്. CBSE സിലബസിൽ മാറ്റി. കോൺഗ്രസും BJPയും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പാഠഭാഗങ്ങളിൽ മാറ്റം വരുത്തി. കേരളം മാറ്റിയിട്ടില്ല. കേരളം പറഞ്ഞതെന്താ? PM ശ്രീയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ നയം, അതിൻ്റെ ഭാഗമായിട്ടുള്ള വർഗീയവൽക്കരിക്കുന്ന അജണ്ട അത് നടപ്പാക്കില്ല. എന്നാൽ SSKൻ്റെ ഫണ്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അത് തരണം. ഇതാണ് കേന്ദ്രത്തോട് അന്നും പറഞ്ഞത്,
അന്ന് ഈ ഒപ്പിടുന്ന സമയത്ത് നമ്മുടെ നിലപാട് LDF-ന്റെ വലിയ തിരിച്ചടിക്ക് PM ശ്രീയും ഒരു കാരണമായിട്ടില്ലേ ശരിക്കും? അത് അവർ പ്രചരിപ്പിച്ചല്ലോ. CPM BJP ഡീൽ എന്ന് പറഞ്ഞുകൊണ്ട് വിജയത്തിന്റെ മുഖ്യ ശില്പി എന്ന് പറയുന്നത് PM ശ്രീയാണ്. PM ശ്രീയെ പറ്റിയിട്ട് അവർ നാട്ടിൽ പ്രചരിപ്പിച്ചത് എന്താ? കോൺഗ്രസ് BJP ഡീൽ എന്നുള്ളത് മറച്ചു വെച്ച് CPM BJP ഡീൽ, ഇതാ നോക്കൂ നിങ്ങൾ, PM ശ്രീ ഒപ്പിട്ടു. എന്താ PM ശ്രീ? വർഗീയവൽക്കരിക്കുന്ന പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കാനാണ്. അതെങ്ങനെയാണ് ന്യൂനപക്ഷങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയോ? RSSൻ്റെ പാഠപുസ്തകം വരും. ഇതായിരുന്നല്ലോ ലീഗുകാർ വീടുകളിൽ പോയി പറഞ്ഞത്. ഒപ്പം ഇതിൻ്റെ കൂടെ എരിവും പുളിയും കൂട്ടിക്കൊണ്ടല്ലേ പറഞ്ഞത് SIR പിണറായി വിജയനാണ് കൊണ്ടുവന്നത്. ഇങ്ങനെ CPM BJP ഡീൽ എന്നത് ആളുകളുടെ മനസ്സിൽ തുളച്ച് കയറുന്ന വിധത്തിൽ പ്രസൻറ്റ് ചെയ്തവരാണ് അവർ. ഞങ്ങൾ PM ശ്രീക്കെതിരാണ്. അതുകൊണ്ടാണ് ഈ അറബിക്കടൽ എന്ന പ്രയോഗം നടത്തിയത്. അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന EMSൻ്റെ അന്നത്തെ മുദ്രാവാക്യം ഇന്ത്യയിലെ ജനങ്ങൾ, ജനാധിപത്യ സംരക്ഷണത്തിനു വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയ ജനങ്ങൾ ഇന്ത്യയിൽ ആകെ അത് സ്വീകരിച്ചു. അങ്ങനെയാണ് ആദ്യമായി കോൺഗ്രസിൻ്റെ അധികാര കുത്തക തകരുന്നത്. 30 വർഷം തുടർച്ചയായി കോൺഗ്രസ് കേന്ദ്രത്തിലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഭരിച്ചപ്പോൾ അവർക്ക് ആദ്യമായി തിരിച്ചടി ഉണ്ടായത് 77-ലാണ്. EMSൻ്റെ മുദ്രാവാക്യമായിരുന്നു അത്. പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷത്തിന് CPM-ന് നേട്ടമുണ്ടായില്ല. അന്ന് CPM-ന് ലോകസഭയിൽ 0 സീറ്റാണ്. അന്ന് നിയമസഭയിൽ 17 സീറ്റേ ഉണ്ടായിട്ടുള്ളൂ. CPM തകർന്നു എന്ന് പലരും പ്രവചിച്ചതാണ്. പക്ഷേ 1980 ആകുമ്പോഴേക്കും CPIM ഊതിക്കാച്ചിയ തങ്കത്തിൻ്റെ പത്തരമാറ്റ് തിളക്കത്തോടെ വീണ്ടും അധികാരത്തിൽ വന്നു. അപ്പോൾ PM ശ്രീയെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ പ്രധാന പ്രചരണ ആയുധമാക്കാൻ കാരണം ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഇതാ CPIM BJP-യുമായി ഡീലാണ്, അതിൻ്റെ ഭാഗമാണ് PM ശ്രീ. അതുകൊണ്ടാണ് മോഡിയുടെ അജണ്ടയായ SIR കേരളത്തിൽ പിണറായി വിജയൻ കൊണ്ടുവന്നത്. പിണറായി വിജയനാണ് SIR-ൻ്റെ ആള് എന്നല്ലേ പ്രചരിപ്പിച്ചത്. പിന്നെയല്ലേ പിണറായി വിജയൻ അന്ന് പൗരത്വ ഭേദഗതി നിയമത്തിനും പൗരത്വ രജിസ്റ്ററിനും SIR-നും എതിരെ നടത്തിയ പ്രസംഗങ്ങളുടെ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുമ്പോഴല്ലേ മുസ്ലിം വീടുകളിൽ ഇതാണോ മോനെ സത്യം, ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ എന്ന് പലരും വീടുകളിൽ നിന്ന് നമ്മുടെ പ്രവർത്തകന്മാരോട് പറയാൻ തുടങ്ങിയത്. എന്നോട് നേരിട്ട് ആ പടന്ന പഞ്ചായത്തിലെ വീടുകളിൽ കയറിയപ്പോൾ ചില ഉമ്മമാർ പറഞ്ഞതാണത്. നിങ്ങൾ എന്തിനാണ് ഈ പറയുന്ന SIR കൊണ്ടുവന്നത്? ഞങ്ങളെല്ലാം പൗരത്വം കളയാനല്ലേ അത്? പിണറായി വിജയൻ സർക്കാർ അത് കൊണ്ടുവന്നത് ശരിയാണോ? വിശ്വസിച്ചിരിക്കുക. അപ്പോഴാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നു മൊബൈൽ ഫോണിൽ പ്രസംഗം. ആ പ്രസംഗം കേൾപ്പിച്ചു കൊടുത്തപ്പോഴല്ലേ ഉമ്മ എന്നോട് ചോദിച്ചത്, മോനെ ഇതാണോ സത്യം? അപ്പോൾ അസത്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നവർ, PM ശ്രീ അറബിക്കടലിൽ നിന്ന് പ്രഖ്യാപിച്ചവർ, അവരിന്ന് PM ശ്രീയുടെ വക്താക്കളായി മാറുന്നതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഞങ്ങളുടെ മാത്രം പ്രശ്നമല്ല. ആ പ്രശ്നത്തിൽ കോൺഗ്രസിനകത്തും ശക്തമായ പ്രതിഷേധം VD സതീശനെതിരായിട്ടുണ്ട്. ഷാജിക്കെതിരായി, ഷംസുദ്ദീനെതിരായി ശക്തമായ വികാരം ലീഗ് അണികളിലുണ്ട്. ഈ PM ശ്രീയിൽ ഒപ്പിടാൻ പാടില്ല, അല്ലെങ്കിൽ PM ശ്രീയുമായി മുന്നോട്ട് പോകാൻ പാടില്ല, LDF ഒപ്പിട്ടതാണെങ്കിലും അത് റദ്ദാക്കണം. ഇത് ലീഗിൻ്റെ സാധാരണ പ്രവർത്തകന്മാർ പറയുന്നുണ്ട്. ഈ ന്യൂനപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിൽ ഈ PM ശ്രീ വലിയ പങ്ക് വഹിച്ചു എന്ന് തന്നെയാണ്. അത് LDF-നെതിരായ ഒരു ന്യൂനപക്ഷ വോട്ടിൻ്റെ ഏകീകരണം ഉണ്ടാക്കുന്നതിൽ അത് കൃത്യമായൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷത്തിനെതിരായി അണിനിരത്തുന്നതിൽ ഈ PM ശ്രീ SIR ഇതെല്ലാം CPM BJP-യുടെ ഡീലാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കോൺഗ്രസും ലീഗും നല്ലതുപോലെ പങ്കുവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി LDF-നുണ്ടായി, CPM-ന് പ്രത്യേകിച്ചും ഉണ്ടായി. അതിൽ നിന്നും തിരിച്ചു വരിക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള സംഘടനാ പ്രവർത്തനങ്ങളും പാർട്ടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും പരാജയം. 2 സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ പോരായ്മ സംഭവിച്ചു, വീഴ്ച പറ്റി എന്ന് പാർട്ടി തുറന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. എന്താണ് ആ വീഴ്ച എന്ന കാര്യം? എന്തായിരുന്നു ആ വീഴ്ച ശരിക്കും? അല്ല, സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്ന് സ്വീകരിച്ച നിലപാട് പെശകായിരുന്നു.
ആ അപാകതയാണ് ജില്ലാ സംസ്ഥാന കമ്മിറ്റികൾ സ്വയം വിമർശനപരമായി അംഗീകരിച്ചിട്ടുള്ളത്. തളിപ്പറമ്പ് പയ്യന്നൂരിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. തളിപ്പറമ്പിൽ SIR ശേഷം മണ്ഡലത്തിൻ്റെ ഘടനയിലൊരു മാറ്റം വന്നിട്ടുണ്ട്. അവിടെ 19,000-ഓളം വോട്ടാണ് പുതുതായി ചേർത്തത്. അതിലൊരു 3,000 വോട്ട് ഒഴികെ ബാക്കിയെല്ലാം ലീഗിൻ്റെതും UDFൻ്റെതുമാണ്. അപ്പോൾ UDFനൊരു മേൽക്കൈ വരുന്ന നില വോട്ടിൻ്റെ കാര്യത്തിൽ തന്നെ ഘടനാപരമായി തളിപ്പറമ്പിൽ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും തളിപ്പറമ്പ് പയ്യന്നൂർ പോലെ ഉറച്ച് ജയിക്കുമായിരുന്ന ഒരു മണ്ഡലമല്ല. പയ്യന്നൂർ അങ്ങനെയല്ല, നമ്മൾ ഉറച്ച് ജയിക്കുന്ന മണ്ഡലത്തിൻ്റെ കൂട്ടത്തിൽപ്പെടുന്നതാണ്. എന്തൊക്കെയായാലും ഈ 2 മണ്ഡലങ്ങളും നഷ്ടപ്പെടാൻ ഇടയായത് വിവിധ ഘടകങ്ങളുണ്ടെങ്കിലും അതിലൊരു ഘടകം ഈ 2 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായ പോരായ്മയാണ്. ഈ കാര്യം, അതായത് പോരായ്മ എന്ന് പറയുമ്പോൾ PK ശ്യാമളയെ അവിടെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടേറിയറ്റിലും മണ്ഡലം കമ്മിറ്റിയിലും ഒക്കെ തന്നെ വലിയ അഭിപ്രായം ഉണ്ടായി എന്നാണ് പുറത്തു വന്ന കാര്യങ്ങൾ. അന്ന് ഒരു തിരുത്തൽ നടപടി എന്തുകൊണ്ടാണ് പാർട്ടി സ്വീകരിക്കാതിരുന്നത്? അല്ല, അതെല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തതിന് ശേഷമാണല്ലോ ഇപ്പോൾ അത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ സ്വയം വിമർശനപരമായി അംഗീകരിച്ചത്. അന്ന് അങ്ങനെ എന്തുകൊണ്ട് തോന്നിയില്ല എന്ന ചോദ്യം ഇന്ന് ചോദിക്കുമ്പോൾ അതൊരു ഉത്തരം യുക്തിപരമായി പറയാൻ പറ്റുന്നതല്ല. അത് MV ഗോവിന്ദൻ്റെ ഏതെങ്കിലും സമ്മർദ്ദം ഉണ്ടായിരുന്നു, PK ശ്യാമളയെ തന്നെ മാറ്റാൻ പറ്റില്ല എന്നുള്ള ആ രീതിയിലുള്ള വാർത്തകളൊക്കെയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സമ്മർദ്ദം അതിലുണ്ട്. MV സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ സ്ഥാനാർത്ഥിയായി ചർച്ച ചെയ്യുക, പിന്നീട് അത് പിൻവലിക്കുക എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിനുള്ള ഒരു തിരിച്ചടി എന്നുള്ള രീതിയിലേക്കായി പോകുമോ എന്ന് പാർട്ടി ഭയന്നിരുന്നു. ആ പ്രചരണത്തിനൊരടിസ്ഥാനമില്ല. ഗോവിന്ദമാഷ് ഒരു ഘട്ടത്തിലും, ഗോവിന്ദമാഷ ഘടകം സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയുമാണല്ലോ, ഒരു ഘട്ടത്തിലും തൻ്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്നൊരു പാർട്ടിയും അതിൻ്റെ നേതാക്കളുമല്ല CPM ഉള്ളത്. സ്ഥാനത്തിന് വേണ്ടി അടിപിടി കൂടുന്നവർ ആ പാർട്ടിയിൽ വളരെ വളരെ വിരളമാണ്. പാർലമെൻ്ററി വ്യാമോഹത്തിൽ അടിപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിൽ ശത്രുക്കളോടൊപ്പം ചേർന്ന് മത്സരിച്ച ഏതാനും ചിലരൊഴിച്ചാൽ പാർട്ടിയിലെ മഹാഭൂരിപക്ഷം 5,70,000 പാർട്ടി അംഗങ്ങളുടെ എണ്ണം. അതിൽ മഹാഭൂരിപക്ഷവും നല്ലൊരു നാളേക്ക് വേണ്ടി വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്താനായി ജനകീയ ജനാധിപത്യ വിപ്ലവത്തിൻ്റെ പോരാളികളായി മനസ്സിൽ ഒരു നല്ല ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നവരാണ്. ഇങ്ങനെയുള്ള സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടല്ല. അതിൽ ഗോവിന്ദമാഷ് മന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പാർട്ടി സെക്രട്ടറി ആയതാണ്. വേണമെങ്കിൽ മന്ത്രിയുടെ സ്ഥാനം പാർട്ടിയുടെ സെക്രട്ടറിയേക്കാൾ വലുതാണല്ലോ ഇന്നത്തെ സമൂഹത്തിൽ. ആ സ്ഥാനത്ത് തുറന്നാൽ പോരെ? മന്ത്രിയുടെ ഭാര്യ എന്ന പദവി ശ്യാമളക്ക് കിട്ടുമായിരുന്നില്ലേ? അങ്ങനെ തൻ്റെ ഭാര്യയെ MLA ആക്കണമെന്നോ എന്തെങ്കിലും പദവിയിലെത്തിക്കണമെന്നോ അദ്ദേഹത്തിന് ഒട്ടും സ്ഥാപിത താല്പര്യത്തെ അടിസ്ഥാനമാക്കിയുള്ള നിലപാട്. PK ശ്രീമതിയുടെ പേര് വന്നത് എങ്ങനെയാണ്? പിന്നെ അല്ല, ശ്യാമളിയുടെ, PK ശ്യാമളയുടെ. കണ്ണൂർ ജില്ലയിൽ ഒരു വനിത തളിപ്പറമ്പിൽ നിന്ന് മത്സരിക്കണമെന്ന് കണ്ടാൽ അത് ആരായാലും ആദ്യ പേര് ഇദ്ദേഹത്തിൻ്റെതാണ് പറയുക, ശ്യാമള ടീച്ചറുടെ. ഒന്ന് അവരുടെ കഴിഞ്ഞകാല പ്രവർത്തന ചരിത്രം. ശൈലജ ടീച്ചർ മട്ടന്നൂരിൽ മഹിളാ അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ, ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോൾ, അന്ന് ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു ശ്യാമള ടീച്ചർ. അത്രമാത്രം മഹിളാ രംഗത്തും പാർട്ടി രംഗത്തും സീനിയോറിറ്റിയുള്ള ഒരു നേതാവാണ് അദ്ദേഹം. SFI പ്രവർത്തകയായിരുന്നു. പോലീസ് അതിക്രമങ്ങൾക്കെതിരായി ശക്തമായി പ്രതിരോധത്തിലേർപ്പെട്ട ഒരാളായിരുന്നു. DYFIയുടെ ജില്ലാ കമ്മിറ്റിയിലുണ്ടായിരുന്നു. മഹിളേൻ്റെ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ആന്തൂറിലും തളിപ്പറമ്പിലുമായി മുനിസിപ്പൽ ചെയർമാൻമാരായി 10 വർഷത്തോളം ഉണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാ നിലയിലും നോക്കിയാൽ ഭരണപരിചയവും സംഘടനാ പാഠവും ഉള്ള ഒരു സ്ത്രീയാണ്. നാം ഇന്ന് നോക്കുമ്പോൾ നേതാക്കളുടെ ഭാര്യയോ മക്കളോ ആയാൽ
ഒരു പ്രശ്നം തന്നെയാണ് എന്നതാണ് സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന കാര്യം. ഇത് സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് പിണറായി വിജയൻ്റെ മകളല്ല എന്ന് വിചാരിക്കുക. വീണ ഈ പഴി കേൾക്കുമോ? വീണ ഒരു സാധാരണ വിജയൻ്റെ മകളാണെന്ന് വിചാരിക്കുക. അവർ IT രംഗത്ത് പഠനം കഴിഞ്ഞു, നന്നായി പഠിക്കുന്ന ഒരു കുട്ടി. അങ്ങനെയെല്ലാം പഠനം കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു സ്വയം സംരംഭം തുടങ്ങുന്നു. ആ സംരംഭത്തിൽ വിവിധ കമ്പനികളുമായി, ആദ്യമൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പിന്നീട് വ്യാപാര സ്ഥാപനങ്ങൾ, അവരുമായിട്ടൊക്കെ കൺസൾട്ടൻസി കരാറിൽ ഏർപ്പെടുന്നു. ഇതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. കൺസൾട്ടൻസി കരാറാണ്. ആ കരാറിൽ ഏർപ്പെട്ട ആ സ്ത്രീ ഈ പറയുന്ന കമ്പനിയുമായി, CMRL കമ്പനിയുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. ആ കരാറാണ് വായിച്ചു നോക്കേണ്ടത്. ആ കരാർ എന്ന് പറയുന്നത് കമ്പനിയുടെ സോഫ്റ്റ്വെയർ മേഖലയിൽ അടക്കമുള്ള വിവിധ സേവന പ്രവർത്തനങ്ങൾക്കാണ് കരാർ. ഈ സേവന പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതിൽ ഞാൻ പറയുന്ന ഒരു ഉദാഹരണം, നമ്മുടെ പാർട്ടി ഓഫീസിൽ കിർലോസ്കറിൻ്റെ ഒരു ജനറേറ്റർ വെച്ചിട്ടുണ്ട്. ജനറേറ്റർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കമ്പനിയുടെ ജോലി കഴിഞ്ഞു. അതിനൊരു AMC ഉണ്ട്, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ്. ഇപ്പോൾ അടുത്ത ദിവസം അതിൻ്റെ കമ്പനിയുടെ ആളുകൾ വന്നിട്ട് അവരുടെ ഒരു വർഷത്തെ ഈ പീരീഡിലുള്ള കരാർ പ്രകാരമുള്ള പൈസ വാങ്ങി. ഒരു മെയിൻ്റനൻസ് നടത്തേണ്ടി വന്നിട്ടില്ല. പുതിയ സാധനമാകുമ്പോൾ പെട്ടെന്ന് മെയിൻ്റനൻസ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാനെന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അല്ല നിങ്ങൾ വേറെ പണിയൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ലല്ലോ, പിന്നെ പൈസ വേണോ? സാർ അത് കരാർ പ്രകാരമുള്ളതാണ്. ഇതാണ് AMC. ഈ പരിയാരംപടി കോളേജ് ചെയർമാനായിരിക്കെ എനിക്ക് നേരിട്ടറിയുന്ന മറ്റൊരു കാര്യമുണ്ട്. കാത്ത് ലാബ് വാങ്ങി. വലിയ പൈസേൻ്റെതാണ് കാത്ത് ലാബ് എന്ന്. ലേറ്റസ്റ്റാണ് അന്നത്തെ ഇത് വെച്ച്. അതിനേക്കാൾ ഇപ്പോൾ എല്ലാം മാറി. അപ്പോൾ കാത്ത് ലാബ് വാങ്ങിയപ്പോൾ അതിലൊരു AMC ഉണ്ട്. അത് കണ്ടപ്പോൾ വലിയ തുകയാണ്. അപ്പോൾ അന്ന് ഞാൻ ഡോക്ടർ അഷ്റഫിനോട് ചോദിച്ചു, ഇത്രയും വലിയ തുക നമ്മൾ AMCക്ക് കൊടുക്കണോ? സർ, അതില്ലെങ്കിൽ അവർ ഈ സാധനവും തരുമില്ല, നമുക്ക് കാത്ത് ലാബ് കിട്ടില്ല. അത് റൊട്ടീനാണ്. ആദ്യത്തെ 1-2 കൊല്ലം ഒരു മെയിൻ്റനൻസും വേണ്ടി വന്നിട്ടില്ല സംഗതി. അത്രയും ഗ്യാരണ്ടിയാണ് സാധനം. ഇങ്ങനെ AMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവനം കൊടുക്കുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സേവനം വാങ്ങുന്ന കമ്പനിയും തമ്മിലുള്ള വിശ്വാസ്യതയുടെ പ്രശ്നമാണ്. അപ്പോൾ ഒരു 1.72 കോടി രൂപയാണ് വീണിയ CMRL കമ്പനിയിൽ നിന്ന് വീണയുടെ കമ്പനി വാങ്ങിയെന്ന് പറയുമ്പോൾ അതെല്ലാം ബാങ്ക് ത്രൂ ആണ്, സേവനത്തിനുള്ളതാണ്. ഇവരിടക്ക് അവിടെ പോകണം, ഇടക്ക് ടീമിനെ അയക്കണം, ഇടക്ക് ഫോണിലൂടെ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകണം. ഈ സേവനത്തിനാണ് ആ തുക. അങ്ങനെ വരുമ്പോൾ അതെങ്ങനെയാണ് മാസപ്പടിയാകുന്നത്? അതല്ലേ ഇതിൻ്റെ തുടക്കം, മാസപ്പടി വാങ്ങിയെന്ന് പറഞ്ഞിട്ട്. നമ്മൾ LD ക്ലർക്കിന് ഒരു മാസം ബേസിക് പേ പുതുതായി ചേരുന്നയാൾക്ക് 25,500 റുപ്യ ശമ്പളം. LP UP സ്കൂളിലെ ഒരു അധ്യാപകന് പുതുതായി സർവീസ് കയറിയാൽ ആദ്യത്തെ ബേസിക് പേ 30,300 നിങ്ങൾ ഈ 1.72 കോടി ഹരിക്കണം 5 ഗുണനം 12. 5 കൊല്ലത്തേക്കൊന്ന് ഹരിച്ചു നോക്കിയാൽ 60 മാസത്തേക്ക് എത്രയാണ് വരിക? LD ക്ലർക്കിൻ്റെ ശമ്പളം ഉണ്ടാവില്ല, 2 ആൾ സേവനം അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ 1.72 കോടി ഉറുപ്പിക എന്ന് പറയുന്ന 5 കൊല്ലത്തേക്കുള്ള ഒരു IT കൺസൾട്ടൻസി കമ്പനിക്ക് കൊടുക്കുന്ന ഏറ്റവും ചുരുങ്ങിയ പ്രതിഫലമാണ്. നമ്മൾ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് ഈ അടുത്ത കാലത്ത് കൊണ്ടുവന്നല്ലോ. കോവിഡ് കാലത്താണ് തുടങ്ങിയത്. വീട്ടിലിരുന്നിട്ടല്ലേ പണിയെടുക്കുന്നത്. നമ്മൾ തന്നെ പല IT കൺസൾട്ടൻറ്റുമാരോ IT കമ്പനിയിൽ ജോലി ചെയ്യുന്നവരോ ആയ ആൾ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ അവൻ്റെ ശമ്പളം എത്രയാണ്? 1,00,000 മുകളിലല്ലേ? വീട്ടിലല്ലേ? താമസിക്കുന്ന സ്ഥലത്തെ വാടക കൊടുക്കണ്ട, ഭക്ഷണം വീട്ടിൽ നിന്നാണ്. എന്താ അവർ ചെയ്യുന്ന ആ സേവനത്തിന് എന്താ പറയുക? കമ്പ്യൂട്ടറിൽ
ഓപ്പറേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ വഴിയുള്ള മെത്തേഡല്ലേ. ദിനേശ് ബീഡി സോഫ്റ്റ്വെയർ മേഖലയിലുണ്ട്. കണ്ണൂർ ജില്ലയിലെ മിക്കവാറും ബാങ്കിങ് മേഖലയിലെ സോഫ്റ്റ്വെയർ, പണമിടപാട് സോഫ്റ്റ്വെയർ ദിനേശിൻ്റെതാണ്. ദിനേശുകാർ AMC ഉണ്ടല്ലോ, അവർ അവിടെ ആ ബാങ്കിൽ സേവനം നടത്തേണ്ട സമയത്ത് പോകും. അവർ വിളിച്ചാൽ ടീമിനെ അയക്കും. അപ്പോൾ ഇത് സാർവത്രികമായി പുതിയ കാലത്ത് അംഗീകരിക്കപ്പെട്ട ഒന്നാണ് കൺസൾട്ടൻസി അടിസ്ഥാനത്തിലുള്ള സേവന പ്രവർത്തനം. ഇപ്പോൾ IT മേഖലയിലാണെങ്കിൽ കമ്പനിയിൽ പോലും പോകാതെ വീട്ടിലിരുന്ന് വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന കാലത്ത് ഈ 1.72 കോടി ഉറുപ്പിക 5 കൊല്ലത്തേക്കുള്ള പ്രതിഫലം വാങ്ങിയതിനെയല്ലേ നമ്മുടെ നാട്ടിൽ ED വീടുകൾ കയറി ഇറങ്ങുന്നത്? എത്ര ദിവസമാണ് വീണേന അവിടത്തേക്ക് വിളിച്ചു വരുത്തിയത്? എന്തെങ്കിലും ഒന്ന് കിട്ടിയോ? വീണയുടെ പേരിൽ ബാങ്കിലുള്ള എന്തെങ്കിലും ഒരു അവരുടെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഡ്രോയറുടെ താക്കോല് തുറന്നിട്ട് എന്തെങ്കിലും കിട്ടിയോ? പിണറായിയിലെ വീട്ടിൽ റെയ്ഡ് നടത്തിയിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് ആ റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥന് എഴുതി കൊടുത്തില്ലേ? അപ്പോൾ പിണറായി വിജയൻ്റെ മകളായിപ്പോയി എന്ന ഒറ്റ കാരണത്താലാണ് വീണ വേട്ടയാടപ്പെടുന്നത്. അത് ഒരു കേസിലാണ്, ഇത് ഒരു മത്സരത്തിലാണ്. പിന്നെ എന്താണ് MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയായിപ്പോയി എന്ന ഒറ്റ കാരണത്താലാണ് വേട്ടയാടുന്നത്. ഇത് രണ്ടിനെയും ഞാൻ കാണുന്നത്, ഒന്ന് പിണറായി വിജയൻ്റെ മകൾ എന്ന ഒരു സ്ത്രീ, 2 MV ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരാളുടെ ഭാര്യ ഒരു സ്ത്രീ. ഈ സ്ത്രീകൾ രണ്ടുപേരുടെയും മാനസിക പ്രയാസം ആരെങ്കിലും ആലോചിച്ചു? അത് ആരും ആലോചിച്ചിട്ടില്ല. എന്നിട്ടും പാർട്ടി പറയുന്നു തെരഞ്ഞെടുപ്പ് വിശകലനത്തിന് ശേഷം തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ പോരായ്മ സംഭവിച്ചിട്ടുണ്ട്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പറ്റിയ തെറ്റ് തുറന്ന് സമ്മതിക്കുന്ന പാർട്ടി. ഭാവിയിൽ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന തെറ്റുകളെ പാർട്ടി വിലയിരുത്തുന്നത്. ഈ പയ്യന്നൂരിൽ ഏത് കൊടുങ്കാറ്റിലും ഇടറാത്ത പാർട്ടി, അല്ലെങ്കിൽ എന്ത് വന്നാലും ജയിക്കും, കുഞ്ഞികൃഷ്ണൻ ആര് വന്നാലും അവിടെ ജയിക്കും എന്ന് തന്നെയാണ് പാർട്ടി കരുതിയിരുന്നത്. അവിടെ ഇങ്ങനെ 7000-ലധികം വോട്ടിന് തോൽക്കുക എന്ന് പറയുന്നത് അതൊരു ഞെട്ടൽ തന്നെയല്ലേ? അതൊരു ഞെട്ടൽ തന്നെയാണ്. അവിടെയാണ് BJPയുടെ കുറച്ച് വോട്ട്, ഒരു 3000-നടുത്ത് വോട്ട് കുഞ്ഞികൃഷ്ണന് കിട്ടിയിട്ടുമുണ്ട്. നമ്മളെ പാർട്ടിയുടെ ബന്ധുമിത്രാദികളുടെ കുറച്ച് വോട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചേർന്നിട്ടാണ് ആ പരാജയം. അത് പാർട്ടി വിശദമായിട്ട് തന്നെ പരിശോധിച്ചു. സ്ഥാനാർത്ഥി നിർണയം ആ പരാജയത്തിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കുഞ്ഞികൃഷ്ണൻ മറ്റും ഉയർത്തിയ ഒരു പ്രശ്നമുണ്ട്. അത് രക്തസാക്ഷി ഫണ്ട് മധു അടക്കമുള്ള പാർട്ടി നേതാക്കന്മാർ മോഷ്ടിച്ചു, അവരെ സംരക്ഷിക്കുകയാണ് പാർട്ടി ചെയ്തത് എന്നുള്ളത്. അത് ജനങ്ങളിൽ കുറേയേറെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ സത്യമെന്താ? മധുവോ മറ്റ് പാർട്ടി സഖാക്കളോ ഒരു നയാ പൈസ പോലും രക്തസാക്ഷി ഫണ്ടിലോ കെട്ടിട നിർമ്മാണ ഫണ്ടിലോ മോഷണം നടത്തിയിട്ടില്ല എന്ന് പാർട്ടി കണ്ടെത്തിയിരുന്നത്. നടപടിയെടുത്തല്ലോ. എടുത്ത നടപടി എന്താ? ഫണ്ടിൻ്റെ ഓഡിറ്റ് ചെയ്ത കണക്ക് യഥാസമയം കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് പാസ്സാക്കുന്നതിലുള്ള ജാഗ്രത കുറവ്. അതാണെങ്കിലും ഗൗരവമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. CPIM എന്തുകൊണ്ടാണ് കോർപ്പറേറ്റുകളുടെ പണം വാങ്ങാത്തത്? CPIMന് കിട്ടുന്ന ഓരോ നയാ പൈസയും അതിന് കണക്കുണ്ട്, ചെലവിന് കണക്കുണ്ട്, അത് ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. കൃത്യമായി ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ ഇൻകം ടാക്സിനും ഓഡിറ്റ് ചെയ്ത കണക്ക് കൊടുക്കുന്ന പാർട്ടിയാണ് CPIM. ഇതിനു മുമ്പ് ഇൻകം ടാക്സുകാർ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ യഥാസമയം കണക്ക് കൊടുത്ത പാർട്ടിയാണ് CPIM. അപ്പോൾ കൃത്യമായി ജനങ്ങൾ നൽകുന്ന ഫണ്ടിന് കണക്കും ചെലവഴിക്കുന്ന തുകയിൽ മിതത്വവും അതിനും കണക്കും ഓഡിറ്റ് ചെയ്യുന്ന പാർട്ടിയിൽ 2017 കെട്ടിടം നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് 2021 കണക്ക് വെക്കേണ്ടത്. അത് ആ സമയത്ത് തന്നെ ചെയ്യണം. അത് ജില്ലാ കമ്മിറ്റിയിലേക്ക് TI മസൂദനെ മാറ്റി. അതിനാണ് നടപടി. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ഈ കണക്കുകൾ
യഥാസമയം അവതരിപ്പിച്ച് പാസ്സാക്കുന്നതിനുള്ള ജാഗ്രത കുറവ്, അല്ലാതെ മോഷണമല്ല. മോഷണം നടന്നു എന്നാണ് ഈ നടപടിയടക്കം എടുത്തതിനെ തുറന്ന് പ്രചരിപ്പിക്കുന്നത്. ആളുകളുടെ മനസ്സിലത് പറഞ്ഞു. പ്രത്യേകിച്ച് രക്തസാക്ഷി ഫണ്ട്. രക്തസാക്ഷി ഫണ്ട് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് വിനിയോഗിച്ചത്? രക്തസാക്ഷിയുടെ കുടുംബത്തെ സഹായിക്കാനുള്ള ഫണ്ട്, വീട് നിർമ്മിക്കാൻ, സ്മാരകം നിർമ്മിക്കാൻ, കേസ്, അത് കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് യാതൊരു വിഷമവും ഞങ്ങൾക്കുണ്ടായിട്ടില്ല. പിന്നെ ഒരു കണക്ക് കുഞ്ഞികൃഷ്ണൻ അങ്ങോട്ട് തയ്യാറാക്കി അവതരിപ്പിക്കുകയാണ്. കുഞ്ഞികൃഷ്ണൻ നേരത്തെ തന്നെ എന്താണ് കുഞ്ഞികൃഷ്ണൻ അങ്ങനെ ഒരു പിടിവാശിക്ക് കാരണം? അത് മധുവുള്ള വിരോധമാണ്. അത് കുറേ കാലമായിട്ടുണ്ട്. എന്താണ് അങ്ങനെ വിരോധം ഉണ്ടാകാനുള്ള പ്രശ്നങ്ങളൊന്നും മതം സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് പൊതുവേ നമ്മൾ കാണുന്നത്. പക്ഷേ ആ വിരോധം ശക്തമാണ്. ഈ ടി.എ. മധുസൂദനെ അവിടെ നിന്ന് മാറ്റിയാൽ ഈ ഫണ്ട് തട്ടിപ്പ് ശരി വെക്കുന്നു, അല്ലെങ്കിൽ ടി.എ. മധുസൂദൻ അത് മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് വരും എന്ന് പാർട്ടി അതും പ്രചരണപരമായി ഉണ്ടാവും. അതും ഒരു പ്രചരണപരമായ കാരണമായിട്ട് നാളെ മാറുമല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത്. അപ്പോൾ അതും കാരണമായിരുന്നു. പക്ഷേ ഇനി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന പരിതസ്ഥിതിയിൽ തെരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഈ രണ്ട് മണ്ഡലത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലെ പോരായ്മ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ജയിക്കാൻ കഴിയുമായിരുന്നു. അത് പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുമായിരുന്നു മറ്റൊരാൾ നിർത്തിയ. തളിപ്പറമ്പ് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല, കാരണം വോട്ടിൻ്റെ ഘടനയിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ഈ തളിപ്പറമ്പിൽ ഒരു വിജയസാധ്യത കുറഞ്ഞ ഒരു മണ്ഡലം എന്ന് വിലയിരുത്തിയിട്ട് പോലും ഇങ്ങനെ ഒരു വിവാദങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയിട്ടും അതുകൊണ്ടാണല്ലോ നമ്മൾ തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് ശേഷം സ്വയം വിമർശനപരമായി പാർട്ടി അതിനെ കാണുന്നത്. അതിന് ഭാവിയിൽ ശ്രദ്ധിക്കുക എന്നുള്ളതല്ലേ പാർട്ടിക്ക് ചെയ്യാം. ഒരുപക്ഷെ തളിപ്പറമ്പിലേക്ക് നമ്മുടെ മട്ടന്നൂരിൽ നിന്നും ടീച്ചറെ ഇങ്ങോട്ടേക്ക് മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ അല്ലല്ല, ടീച്ചറെ പേരാവൂരിൽ നിർത്താനുള്ളതിന് കാരണം ടീച്ചർ പേരാവൂരിൽ മുമ്പ് ജയിച്ചതാണ്. ഒരു ശക്തമായ മത്സരം അത്രേ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ശക്തമായ മത്സരവും ജയസാധ്യതയും. ടീച്ചറല്ലാതെ വേറെ ആൾ നിന്നാൽ ജയിക്കില്ല. 2006 ജയിച്ചതാണ്. 2011 പരാജയപ്പെട്ടിട്ടുണ്ട്. 2016 കൂത്തുപറമ്പ് ജയിച്ചതാണ്. 2021 മട്ടന്നൂരിൽ നിന്ന് ജയിച്ചതാണ്. അപ്പോൾ ടീച്ചറെ പേരാവൂരിൽ നിർത്തിയാൽ ജയിക്കാൻ കഴിയും. മട്ടന്നൂരിലാണെങ്കിൽ ഒരു യുവജന രംഗത്തു നിന്ന് ഒരാൾ വരട്ടെ. ഇത് സദുദ്ദേശത്തോടു കൂടി എടുത്തിട്ടുള്ള തീരുമാനമാണ്. അല്ലാതെ അതിൻ്റെ അകത്ത് വേറെയൊരു ഉദ്ദേശമേ ഉണ്ടായിട്ടില്ല. അതിൽ പിന്നെ വേറെ മണ്ഡലത്തിലാക്കി കൂടെ, മറ്റൊരാളെ ഇപ്പുറത്തായി കൂടെ എന്നൊക്കെ ഇപ്പോൾ പറയുമ്പോൾ അത് നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു? പക്ഷേ തളിപ്പറമ്പിൽ ഒരു ജാഗ്രത കൂടുതൽ. CPM സംസ്ഥാന സെക്രട്ടറിയുടെ സിറ്റിംഗ് മണ്ഡലമാണ്. അവിടെ പരാജയപ്പെട്ടാൽ അത് പാർട്ടി എന്നൊക്കെ ഉണ്ടായ ഒരു വിലയിരുത്തൽ വേണ്ടിയിരുന്നില്ലേ? അതെ. അല്ല, അതെല്ലാം പരിശോധിച്ചിട്ടാണല്ലോ നാം ഒരു നിലപാടിലെത്തിയത്. ഇപ്പോൾ കെ ഗോവിന്ദൻ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥി ആക്കണം എന്ന് തന്നെയാണ്, അദ്ദേഹത്തെ ആക്കണം എന്ന് തന്നെയാണോ കമ്മിറ്റിയിലൊക്കെ ആവശ്യപ്പെട്ടിരുന്നത്, ജില്ലാ സെക്രട്ടേറിയറ്റിലൊക്കെ? കെ ഗോവിന്ദൻ മാഷ് സെക്രട്ടേറിയറ്റിൽ പറഞ്ഞ കാര്യമാണ് പുറത്തു വന്നത്. അത് പുറത്തു പറയുക മാത്രമല്ല, അദ്ദേഹവും അക്കാര്യം സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമായി 17 പേരാണ് യോഗത്തിലുണ്ടായത്, സ്റ്റേറ്റ് നേതൃത്വത്തിലുള്ളവർ ഒഴികെ. നിങ്ങൾ 17 പേരിൽ ഒരാൾ പോലും എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. ഞാനെന്താ കൊള്ളരുതാത്തവനാണോ? ഇതാണ് അദ്ദേഹത്തിന് വേണ്ടി പറയാൻ മറ്റാരും ഉണ്ടായില്ല എന്ന ഒരു വിഷമത്തോടു കൂടി അവതരിപ്പിക്കുന്നത്. അതിനർത്ഥം അദ്ദേഹത്തിന് സ്ഥാനാർത്ഥി മോഹമായിരുന്നു എന്ന് തന്നെയാണ്. ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഞാൻ തന്നെ സ്ഥാനാർത്ഥിയാകണമെന്ന അഭിപ്രായ പ്രകടനം ഒരാളും പറയുന്നത് ഉചിതമല്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ 96 MLA ആയി, 2006 10 വർഷം തുടർച്ചയായിട്ട് MLA ആയി. 2006 തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് വീണ്ടും എനിക്കൊരു അഭിപ്രായം എൻ്റെ കമ്മിറ്റിയിലെന്ന് പറയാലോ. എന്നെ പരിഗണന, ഞാനന്ന് സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉണ്ട്. 98 മുതലേ സംസ്ഥാന കമ്മിറ്റിയിലുള്ളതാണല്ലോ ഞാൻ. പറയാമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയൊരു മോഹം കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടാകാൻ പാടില്ല. കമ്മ്യൂണിസ്റ്റുകാർ താനാണ് ഏറ്റവും പ്രധാനി, തനിക്ക് ശേഷം ആരുമില്ലെന്നോ താനാണ് നമ്പർ 1 എന്നോ കരുതി പോകരുത്.
മറ്റുള്ളവർക്ക് കൂടി അവസരം കൊടുക്കണമെങ്കിൽ തീർച്ചയായും തങ്ങൾക്ക് ഒരുപാട് സ്ഥാനങ്ങൾ കിട്ടിയത് മനസ്സിലാക്കിക്കൊണ്ടുള്ള നിലപാട് സ്വീകരിക്കണം. ഗോവിന്ദൻ മാഷയെക്കുറിച്ച് നോക്ക് നിങ്ങൾ. അദ്ദേഹം കഴിഞ്ഞ 4 നൂറ്റാണ്ട് കാലമായി വിവിധ പദവികൾ അലങ്കരിക്കുന്നുണ്ട്. MLA-യേക്കാൾ വലിയ പദവികളാണ് ചിലത്. കാരണം എന്താ? സ്വന്തമായിട്ട് വാഹനമടക്കമുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 2 കാറ് ദീർഘകാലമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അക്കാലത്ത് ബ്ലോക്ക് പ്രസിഡന്റുമാരായിരുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാം പാർട്ടി പരിഗണിച്ച ഒരാളാണ് ഗോവിന്ദൻ മാഷ്. അങ്ങനെ പരിഗണിച്ച ഒരാൾ വീണ്ടും MLA ആവണം എന്നുള്ള മോഹം മനസ്സിൽ കാത്തു സൂക്ഷിച്ചാൽ അത് കമ്മ്യൂണിസ്റ്റ് ക്വാളിറ്റി അല്ല, പാർലമെൻ്ററി വ്യാമോഹമാണ്. പക്ഷെ അദ്ദേഹം മത്സരിച്ചു, എതിരാളികൾ അദ്ദേഹത്തെ സഹായിച്ചു, അദ്ദേഹം ജയിച്ചു. കുഞ്ഞീഷ് മത്സരിച്ചു, അവർ ജയിച്ചു. ജി സുധാകരൻ മത്സരിച്ചു, ജയിച്ചു. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചു കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഇങ്ങനെ പാർലമെൻ്ററി വ്യാമോഹവുമായി നടക്കുന്നത് ഗുണകരമല്ല. ഇങ്ങനെ പോകുന്നത് മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ തുടങ്ങിയാൽ മറ്റു പാർട്ടികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പോൾ അതുകൊണ്ട് പാർലമെൻ്ററി വ്യാമോഹമാണ് ഗോവിന്ദൻ മാഷെ ഇതിലേക്ക് എത്തിച്ചത്. ഒരു തരത്തിലും ഇനി ഇവർ തെറ്റ് തിരുത്തിയാൽ ഇവർക്ക് വീണ്ടും പാർട്ടിയിലേക്ക് വരാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ? അല്ല, ഏത് ഘട്ടത്തിലാണ് തെറ്റ് തിരുത്തിയാൽ പാർട്ടി അത്തരം ആളുകളോട് പൊറുക്കാത്തത്? MP രാഘവൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള നയത്തോട് പാർട്ടി കോൺഗ്രസ് അടക്കം തള്ളിയിട്ടും അദ്ദേഹം മറുപക്ഷത്ത് പോയി മന്ത്രിയടക്കമായി അവസാനം അദ്ദേഹത്തിൻ്റെ ജീവിത അവസാന കാലത്ത് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് CPM-മായി സഹകരിച്ചു കൊണ്ടല്ലേ വന്നത് KR ഗൗരിയമ്മ. അവർ പാർട്ടിയിൽ നിന്ന് മാറി എതിരാളികളോടൊപ്പം ചേർന്ന് മന്ത്രിയായി അവസാന കാലത്ത് അവരും CPM-മായി സഹകരിച്ചിട്ടല്ലേ പ്രവർത്തിച്ചത്? യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ ഒരു പ്രത്യേകത നമ്മൾ കാണണം. ഒരിക്കൽ നയപരമായി അവർക്ക് തെറ്റുപറ്റി, സംഘടനാപരമായി തെറ്റുപറ്റി എന്ന് കരുതി ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാരായ പഴയ ആളുകളെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റപ്പെടുത്തി മുന്നോട്ട് പോകുന്നവരല്ല. ആ രാഷ്ട്രീയത്തെ എതിർക്കും, അന്നത്തെ നിലപാടിനെ എതിർക്കും. അന്ന് ഞാനല്ലേ പറഞ്ഞത് ഗോവിന്ദൻ മാഷ നിലപാടിനെ പറ്റി വർഗവഞ്ചനയാണെന്ന് പാർട്ടി ഭരണഘടനയിൽ പറയുന്ന കാര്യമാണത്. പാർട്ടിയെ വഞ്ചിക്കുന്നവനെ വർഗവഞ്ചകനായിട്ടാണ് കാണുക പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഇനി നാളെ നിലപാടുകൾ തിരുത്തി പാർട്ടിയുമായി സഹകരിക്കാൻ തയ്യാറായി വരുമ്പോൾ അത് വേണ്ടാന്ന് വെക്കുന്ന പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ TK ഗോവിന്ദൻ മാസ്റ്റർ വിനോദിനി കോടിയേരി ബാലകൃഷ്ണൻ്റെ അവരുടെ കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട്ടിൽ പോയി അവർക്ക് വലിയ ഒരു സ്വീകരണം കൊടുത്തു. അത് വലിയ വാർത്തയായൊക്കെ വന്നിട്ടുണ്ട്. അത് ശരിയായ നടപടിയാണ് എന്ന് പാർട്ടി കരുതുന്നുണ്ടോ? അതിൽ 2 ഭാഗമുണ്ട്. ഒരാളുടെ വീട്ടിൽ മറ്റൊരാൾ പോയാൽ, ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടവരായാലും പോയാൽ, ആ വീട്ടിൽ നിന്ന് ഗൃഹനാഥനോ നാഥയോ പുറത്താക്കാൻ കഴിയില്ല. അവർ വന്നാൽ സ്വാഭാവികമായും നമ്മൾ ഒരു ആതിഥ്യ മര്യാദ കാണിക്കണം. പക്ഷേ ഇങ്ങനെയുള്ളവർ വന്നാൽ സ്വീകരിച്ചാനയിച്ചു പോകുന്ന നിലയും നല്ലതല്ല. വന്നയാൾ തിരിച്ചയക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ വന്നയാൾ അവിടെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഇരുത്തുക, ചായ കുടിക്കണമെങ്കിൽ ചായയും കൊടുത്ത് പറഞ്ഞയക്കുക എന്നുള്ളത് നല്ലതാണ്. അതിനപ്പുറം ഉണ്ടാവുന്നത് ഗുണമല്ല. അവിടെ അതിനപ്പുറം ഉണ്ടായോ ശരിക്കും? അത് പാർട്ടിക്കെതിരായ നീക്കത്തിന്റെ ഭാഗമാക്കി കൊണ്ടുവന്നു? അല്ലല്ല, അതൊന്നും അങ്ങനെ ഒരു ചർച്ചയിലേക്ക് അല്ലല്ല, അത് അങ്ങനെയൊന്നും ഉദ്ദേശിച്ചുകൊണ്ട് വന്നതല്ല. അതിലുള്ള ഒരു പരാമർശം ഉണ്ടായി. TK ഗോവിന്ദൻ മാഷെ എനിക്ക് മറക്കാൻ കഴിയില്ല, വർഗവഞ്ചകനായിട്ടൊന്നും കാണാൻ കഴിയില്ല എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള പ്രതികരണമായിട്ടേ ഞങ്ങൾ കാണുന്നു. അല്ല, പാർട്ടിക്ക് അങ്ങനെ വിഷമിക്കേണ്ട കാര്യം എന്താ? അവരൊരു അഭിപ്രായം പറഞ്ഞു. സാധാരണഗതിയിൽ ഒരാൾ വീട്ടിൽ വന്നാൽ ആ വീട്ടിൽ അവരെ മാന്യമായി ട്രീറ്റ് ചെയ്യും, ആര് വന്നാലും. അതിനപ്പുറം പോകുന്നത് ഉചിതമായിട്ടുള്ള ഒന്നല്ല. പ്രത്യേകിച്ച് കോടിയേരിയുടെ ഭാര്യയാണ് എന്നതുകൊണ്ട് തന്നെ അവരതിനപ്പുറം പോയിട്ടുള്ള ഒരു വർത്തമാനം പറഞ്ഞു.
എനിക്ക് വർഗവഞ്ചകനായിട്ട് അവരെ കാണാൻ കഴിയില്ല എന്നുള്ളത് അതവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അതാണ് തെറ്റ് എന്ന് അല്ലല്ല, അവർ കോടിയേരിയുടെ ഭാര്യയാണ് എന്നതോടൊപ്പം ഒരു വീട്ടമ്മയാണ്. അപ്പോൾ അവരുടെ വ്യക്തിപരമായിട്ട് ഇങ്ങനെ ഒരു അഭിപ്രായം അവർക്കുണ്ട് എന്ന് പാർട്ടി കാണും. അതിനപ്പുറമൊന്നും അതിനെ കാണുന്നില്ല. കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ സംഭവിക്കുമായിരുന്നില്ല എന്നൊക്കെ TK പറഞ്ഞത് ഏത് രീതിയിലാണ്? അതൊരു അല്ലല്ല, കോടിയേരി ഉണ്ടായിരുന്നാലും സംഘടനാപരമായി തെറ്റ് സംഭവിച്ചാൽ കോടിയേരി ആയിരിക്കും ആ തെറ്റായ കാര്യത്തിനെതിരായി രംഗത്ത് വരിക. MV രാഘവൻ ഒരു നയം പാർട്ടിയുടെ മുമ്പാകെ അടിച്ചേൽപ്പിക്കാൻ നോക്കി. അത് വർഗീയതയുമായി സന്ധി ചെയ്യണമെന്നുള്ള നയമാണ്. ആ സമയത്ത് അതിനെ അതിശക്തമായി എതിർത്ത കൂട്ടത്തിലാണ് കോടിയേരി. പയ്യന്നൂരിലെ സംഘടനാ പ്രശ്നം വന്നു. അതിൽ കോടിയേരിക്ക് അശേഷം സംശയമുണ്ടായിരുന്നില്ല. രക്തസാക്ഷി ഫണ്ടോ മറ്റ് ഫണ്ടുകളോ ഒന്നും ധനാപഹരണം നടത്തിയിട്ടില്ല എന്ന പാർട്ടിയുടെ കണ്ടെത്തലിന് ശേഷം കോടിയേരിയാണ് അന്നത്തെ ജില്ലാ കമ്മിറ്റി യോഗത്തിലുണ്ടായിരുന്നത്, സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടായിരുന്നത്. അദ്ദേഹം അവസാനം പറഞ്ഞു, ഇത് പാർട്ടിക്കൊരു പാഠമാവണം. ആരും പണമൊന്നും മോഷ്ടിച്ചിട്ടില്ല എന്ന് പാർട്ടിക്കറിയാം. പക്ഷേ യഥാസമയം കണക്ക് അവതരിപ്പിക്കാത്തത് കൊണ്ടുണ്ടായ തെറ്റാണിത്. അതുകൊണ്ട് പാർട്ടി വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ഈ അച്ചടക്ക നടപടിയെ മധു അടക്കമുള്ളവർ കാണണം. ഒരു കൂട്ടം സഖാക്കളുടെ പേരിൽ നടപടിയെടുക്കുന്ന സമയത്ത് കോടിയേരിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലെ പാർട്ടി നയമാണ് കോടിയേരി ഉയർത്തിപ്പിടിച്ചത്. അച്ചടക്ക നടപടി എന്ന് പറയുന്നത് അമ്മ മക്കളെ ശാസിക്കുന്നത് പോലെയുള്ള ഒന്നാണ്, തെറ്റു തിരുത്താനുള്ള ഒരവസരമാണ്. അതുകൊണ്ട് കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ ഉണ്ടായാൽ TK ഗോവിന്ദൻ മാഷയുടെ പാർലമെൻ്ററി വ്യാമോഹത്തെ തുറന്ന് കാട്ടുന്നതിൽ കോടിയേരി മുമ്പിൽ നിൽക്കും. ഈ പയ്യന്നൂരിലെ ഏരിയ കമ്മിറ്റി ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ പാർട്ടിക്ക് അവിടെ ഒരു തിരുത്ത് വരാൻ കഴിയുമോ? ഏരിയ കമ്മിറ്റിയിൽ ഒരു തിരുത്തൽ വേണ്ടതല്ലേ? അല്ലല്ല, പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അവിടുത്തെ പാർട്ടിയെ നയിക്കാൻ പറ്റും വിധത്തിലും അവിടെ തിരുത്തലുകൾ വരുത്തേണ്ടത് തിരുത്തിക്കൊണ്ടും മുന്നോട്ട് പോകാൻ കഴിയും വിധത്തിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അതിൻ്റെ നേതൃനിരയിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനം നടത്തും. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ എല്ലാ പാർട്ടി ഘടകങ്ങളിലും തിരുത്തേണ്ടവ തിരുത്തി, അത് നേതൃനിരയിൽ നിന്നുകൂടി ആരംഭിക്കുന്നതാണ്. തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങളാണ് നടത്തുക. അവിടെ ശരിക്കും പാർട്ടിക്കും ഒരു വീഴ്ച പറ്റിയിട്ടില്ലേ? ഈ പരാജയത്തിൻ്റെ കാര്യത്തിൽ ഏരിയ കമ്മിറ്റിക്ക് അടക്കം ഒരു വീഴ്ച സംഭവിച്ചിട്ടില്ലേ ഇവിടെ? അത് ഏതെങ്കിലും ഒരു ഘടകമോ ഏതെങ്കിലും ഒരു വ്യക്തിയോ എന്ന നിലയിൽ പ്രത്യേകമായിട്ട് ഇപ്പോൾ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ പൊതുവിൽ പയ്യന്നൂർ മണ്ഡലത്തിൽ നമുക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതാണ് സത്യം. എന്തായാലും ഒരു തിരിച്ചു വരവ് എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. തിരിച്ചു വരവ് എന്തായാലും ഉണ്ടാവും. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CPIM ഒരു മഹത്തായ ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. സഖാവ് AKG 1977 നമ്മെ വിട്ടുപിരിയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയത്. അത് ഒരു പുതിയ സൂര്യോദയം ഉണ്ടാവും. അന്ന് ഞങ്ങളൊക്കെ ഇല്ലെങ്കിലും കാലിടറി വീണാലും എനിക്ക് ശേഷമുള്ള തലമുറക്ക് ആ പുതിയ സൂര്യോദയം കാണാൻ കഴിയും. ഈ ശുഭാപ്തി വിശ്വാസം AKGക്ക് ഉണ്ടായി എന്നുള്ളത് കൊണ്ടെന്താ? അതിനർത്ഥം എന്താ? അത് നമ്മൾ തലമുറയിൽപ്പെട്ട പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് ഒരു സാമൂഹ്യ മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ചിന്ത ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയും, ഇന്നത്തെ ചൂഷണ വ്യവസ്ഥക്കെതിരായി പൊരുതുന്ന പാർട്ടി ആയതുകൊണ്ട് തന്നെ, തെറ്റിനും അനീതിക്കെതിരായി പൊരുതുന്ന പാർട്ടി ആയതുകൊണ്ട് തന്നെ, നല്ലൊരു നാളേക്ക് വേണ്ടി പൊരുതുന്ന പാർട്ടി ആയതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയിൽ നിന്ന് പാഠം പഠിച്ച് തെറ്റ് തിരുത്തി തിരിച്ചു വരിക തന്നെ ചെയ്യും. 1977 കോൺഗ്രസിൻ്റെ അധികാര കുത്തക ആദ്യമായി ഇന്ത്യയിൽ ഇല്ലാതാകുമ്പോൾ അന്ന് കേരളത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് CPMന് വേണ്ടിയോ CPMൻ്റെ കൂടെ നിൽക്കുന്ന മുന്നണിക്ക് വേണ്ടിയോ ഒരാളും ഉണ്ടായിട്ടില്ല. 0 സീറ്റാണ്. അന്ന് നിയമസഭയിൽ 17 സീറ്റാണ്.
80-ൽ CPM നേതൃത്വത്തിൽ രൂപീകരിച്ച LDF അധികാരത്തിലെത്തി. അത് 2 വർഷം കഴിഞ്ഞപ്പോൾ പോയി. 87-ൽ വീണ്ടും അധികാരത്തിൽ വന്നു. 91-ൽ പാർലമെൻറ്റും നിയമസഭയും ഒന്നിച്ച് നടത്തണമെന്നുള്ള സതുദ്ദേശ തീരുമാനമെടുത്തതുകൊണ്ട് തെരഞ്ഞെടുപ്പ് രണ്ടും ഒന്നിച്ച് നടത്തി. 91-ൽ UDF വന്നു, പിന്നെ 96-ലാണ്, പിന്നെ 2006-ലാണ്, പിന്നെ 2016-ലാണ്. അതുപ്രകാരം 2021-ൽ ഇടതുപക്ഷം വരാൻ പാടില്ല. പക്ഷേ 2021-ൽ ഇടതുപക്ഷം വന്നു. 2021-ൽ ഇടതുപക്ഷത്തിന് പകരം വലതുപക്ഷം വരേണ്ടിയിരുന്ന സ്ഥാനത്ത് 2026-ൽ വലതുപക്ഷം അധികാരത്തിൽ വന്നു. ഇത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളാണ്. അങ്ങനെ കാണുമ്പോൾ ഇടതുപക്ഷത്തിന് തിരിച്ചു വരാനുള്ള നല്ല സാധ്യതയുണ്ട് എന്ന പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷെ തിരിച്ചടിയിൽ നിന്ന് പാഠം പഠിച്ച് തിരിച്ചു വരാനുള്ള പ്രവർത്തനം നടത്തണം. അത് ശ്രമകരമാണ്, വളരെ എളുപ്പത്തിൽ നടത്താവുന്ന ഒന്നല്ല. ആ പ്രവർത്തനത്തിൽ പാർട്ടി ആകെ ഒന്നിച്ചു നിൽക്കും. അതാണ് കേരളത്തിലെ പാർട്ടി ഇപ്പം തെരഞ്ഞെടുപ്പ് റിവ്യൂ നടത്തിയതിന് ശേഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ആഗസ്റ്റ് മാസം പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ വിപുലീകൃത യോഗം ചേരും. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ക്ഷണിക്കപ്പെടുന്ന കുറച്ച് പേർ, ഇവരെല്ലാം ഉൾക്കൊള്ളുന്ന വിപുലമായ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് കഴിഞ്ഞാൽ അതിലൊരു കർമ്മ പദ്ധതി അംഗീകരിക്കും. ആ കർമ്മ പദ്ധതിയുമായി പിന്നീട് അങ്ങോട്ടുള്ള പ്രവർത്തനം നടത്തും. ഒരു കാര്യം ജനങ്ങളിൽ ഒരു നല്ലൊരു ശതമാനം ഇപ്പോൾ പറയാൻ തുടങ്ങിയല്ലോ, പിണറായി വിജയനെ വിളിക്കൂ, കേരളത്തെ രക്ഷിക്കൂ എന്ന് പറയാൻ തുടങ്ങിയല്ലോ. കിഫ്ബി വഴിയുള്ള വികസനം എല്ലാം മുടങ്ങിക്കിടക്കുകയല്ലേ. സ്ത്രീ സുരക്ഷാ പദ്ധതിയും കണക്ട് ടു സ്കോളർഷിപ്പ് പദ്ധതിയും അത് നിർത്തലാക്കിയില്ലേ. പെൻഷൻ ഈ മാസം കൊടുക്കേണ്ടത് കൊടുത്തില്ല. അപ്പോൾ ഇതെല്ലാം മുടങ്ങുന്ന ഒരു സർക്കാരിനെ അല്ലല്ലോ ജനങ്ങൾ പ്രതീക്ഷിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്തേക്ക് കേരളം മുന്നോട്ട് പോകുമ്പോൾ ഇടതുപക്ഷം ജനങ്ങൾക്കൊപ്പമുണ്ടാവും, ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കും, ജനങ്ങളാണ് രാജാക്കന്മാർ എന്ന കാഴ്ചപ്പാടോടുകൂടി അവരെ സേവിക്കും, ജനങ്ങളുടെ വിനീത ദാസന്മാരായി കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും. അതുകൊണ്ട് തിരിച്ചു വരിക തന്നെ ചെയ്യും. ജനങ്ങൾ ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പുതിയ ഒരു സൂര്യോദയം ഉണ്ടാകും എന്ന് തന്നെയാണ് ഓരോ CPMകാരനും ഓരോ ഇടതുപക്ഷ അനുഭാവിയും ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടനാ തലത്തിൽ പാർട്ടി ആരംഭിച്ചു കഴിഞ്ഞു. സംഘടനാ തലത്തിൽ എന്തൊക്കെ തിരുത്തലുകൾ വേണ്ടിവരുന്നു അതൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ MV ജയരാജൻ വ്യക്തമാക്കുന്നത്. വലിയ തിരിച്ചടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി. ആ തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പാർട്ടി ആരംഭിച്ചിട്ടുണ്ട്. ശക്തമായ പ്രതിപക്ഷമായി ഈ ഒരു മാസം കൊണ്ട് തന്നെ നമ്മൾ കണ്ടു. CPMൻ്റെ LDFൻ്റെ ശക്തി എന്താണ് എന്ന് സർക്കാരിനെ തന്നെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും നമ്മൾ കണ്ടതാണ്. ആ പ്രവർത്തനങ്ങളുമൊക്കെയായി LDF മുന്നോട്ട് പോകും, ജനങ്ങളിലേക്ക് ഇറങ്ങും, വീണ്ടും തിരിച്ചു വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് MV ജയരാജൻ വ്യക്തമാക്കുന്നത്. സംഘടനാപരമായി ഉണ്ടായ കാര്യങ്ങൾ അതൊക്കെ തന്നെ അദ്ദേഹം വളരെ വിശദമായി തന്നെ നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.